ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ കണ്ടു. ഇവരുടെ ദൈവത്തോടല്ലാതെ ഇനിയൊരു ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്നും അവരുടെ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുമെന്നും രാജാവിൻ്റെ രേഖ തിരുത്തുമാറ് 3 ബാലകന്മാരെ ദൈവം ഒരുക്കി. അതിനുശേഷം ദാനിയേൽ പ്രവചൻ്റെ പുസ്തകത്തിൽ നിന്ന് ദാനിയേലിനെ ദൈവം എടുത്തു. 6-ാമത്തെ അധ്യായത്തിൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേലിന് അറിവ് കിട്ടിയപ്പോൾ പണ്ട് ചെയ്തിരുന്നതുപോലെ തൻ്റെ വീട്ടിലേക്ക് ചെന്ന് തൻ്റെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടുകൊണ്ട് 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും രേഖകൾ തിരുത്തുകയും ചെയ്തു. താൻ സിംഹത്തിൻ്റെ ഗുഹയിൽ പോയി തിരിച്ചു വന്നു. അല്പസമയത്തെ ബുദ്ധിമുട്ട് തനിക്കുണ്ടായിരുന്നെങ്കിലും രാജ്യത്തിൻ്റെ രേഖ തിരുത്തുവാൻ അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. അടുത്ത് നമ്മൾ കണ്ടത് എസ്തർ രാജ്ഞിയെക്കുറിച്ചാണ്. യഹൂദനെ നശിപ്പിച്ചു കളയും എന്നൊരു രേഖ എഴുതി പരസ്യപ്പെടുത്തിയിടത്ത് യഹൂദൻ ശത്രുക്കളെ നശിപ്പിക്കുക എന്ന രേഖ തിരുത്തുവാൻ എസ്തറിനെ ദൈവം ശക്തീകരിച്ചു. ഇങ്ങനെ രേഖകൾ തിരുത്തിക്കുവാൻ രാജാക്കന്മാരെ സ്വാധീനിച്ച, ഗവൺമെൻറ്റുകളെ സ്വാധീനിച്ച ചിലരെക്കുറിച്ച് നമ്മൾ പ്രാരംഭമായി ചിന്തിച്ചു. എന്നിട്ട് ഞാൻ എടുത്തു പറഞ്ഞു, ഇവരൊക്കെ രാജാക്കന്മാരെ സ്വാധീനിച്ചെങ്കിലും ദാവീദിനെ രാജാവായി ദൈവം കൊണ്ടുവന്നതിനാൽ, പുൽപ്പുറങ്ങളിൽ നിന്ന് വിളിച്ച് വളരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയതിനാൽ തനിക്ക് തന്നെ രേഖ തിരുത്തുവാനും രാജ്യത്തിൻ്റെ രേഖയെ മാറ്റുവാനും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. തുടർന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, 8 വയസ്സുള്ള ബാലകനെ വിളിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിലതിനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞു. 15 വയസ്സുള്ള ബാലകനെ വിളിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് അനുകൂലമായി രേഖ തിരുത്തുവാൻ രാജാക്കന്മാരുടെ പിമ്പിൽ നിന്നവർക്ക് അപ്പുറത്ത് രാജാക്കന്മാരെ ദൈവം കൊണ്ടുവന്നു. മറുവശം തങ്ങളുടെ ജീവിതത്തിൻ്റെ പെശകുകൊണ്ട് തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിൽ നടക്കാതെ അന്യ ജനതയുടെ നടുവിലേക്ക് ഇറങ്ങിപ്പോയതിനാൽ ദൈവത്തിന് വിരോധമായി രേഖകൾ തിരുത്തിയ രാജാക്കന്മാരെയും നമ്മൾ കണ്ടു. ഞാൻ ഇന്നലെ തൊട്ടു. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനും കടപ്പാടിനും ഒത്തവണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരുത്തുവാൻ നമുക്ക് പലതും കഴിയും. നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചിരുന്നു, നമ്മളാണ് കെട്ടേണ്ടതും അഴിക്കേണ്ടതും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടിയിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സഭയ്ക്ക് ദൈവം അതിൻ്റെ അധികാരം തന്നു, സഭയിലുള്ള വ്യക്തികൾക്ക് ദൈവം അതിൻ്റെ അധികാരം തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവർക്ക് മാഞ്ഞു കിട്ടും എന്ന് പറഞ്ഞു. ആ കാര്യം തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവിക വേർപാട് ആചരിക്കുന്നവരുടെ പാപങ്ങൾ മോചിച്ചതായി സഭ വിളിച്ചു പറഞ്ഞതും അത് സഭയിൽ നിയമമായി വന്നതും നമ്മൾ കണ്ടു. തുടർന്ന് ഇന്നലെ കൊണ്ട് ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒടുവി പറഞ്ഞ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി പോവുകയാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 20 നീ എൻ്റെ വെൺമഴുവാണ്, യുദ്ധത്തിനുള്ള എൻ്റെ ആയുധമാണ് എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടാതെ വന്നാൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് വേണ്ട സമയത്ത് എന്നെ തിരുക്കരങ്ങളിൽ അവൈലബിളാക്കി കൊടുക്കുന്നത് എൻ്റെ കടമയാണ്. അതില്ലെങ്കിൽ ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടാതെ വരും. എൻ്റെ യുദ്ധ ആയുധം നീയാണ്. എന്നെയും നിങ്ങളെയും ഇവിടെ ആക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. എൻ്റെ യുദ്ധ ആയുധങ്ങൾ നിങ്ങളാണ്. യെശയ്യാവ് 41:15 നീ എൻ്റെ മെതിവണ്ടിയാണ്. അവിടെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്നെ പുതിയതും മൂർച്ച ഉള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു, പഴയ മെതിവണ്ടികൾ ദൈവത്തിന് പ്രയോജനപ്പെടത്തില്ല. അതാത് കാലഘട്ടത്തിലേക്ക് ആവശ്യമുള്ള അഭിഷേകവുമായി പുത്തൻ മെതിവണ്ടികളെ ദൈവം അയക്കും. പക്ഷേ ഒരു ഉപദേശവും ഒരു കാലഘട്ടവും ദൈവവചനത്തിന് അതീതമല്ല. അതിനകത്തില്ലാത്തതും സൂചിപ്പിക്കാത്തതുമായ യാതൊന്നും നമുക്ക് അനുവദനീയമല്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. ഞാൻ നിന്നെ പല്ലേറിയ മെതിവണ്ടിയാക്കും. ഒറ്റപ്പല്ലൻ മെതിവണ്ടി ദൈവത്തിന് പതിവില്ല. അനേക ശുശ്രൂഷകൾ ഒരുമിച്ച് തന്നുകൊണ്ടാണ് ദൈവം സഭയെ അയക്കുന്നത്. മൂർച്ചയുള്ള മെതിവണ്ടി ആയിരിക്കും. ചതയ്ക്കുന്നതിനെ അല്ല ദൈവത്തിന് വേണ്ടത്. വെട്ടൊന്ന് മുറി 2 എന്ന് പറയരുതെന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ പോളിസി അതാ. അത് ചതയ്ക്കുന്ന ഒന്നല്ല. അതിനകത്ത് പറയുവാനുള്ളത് തെളിവായി പറയുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അടുത്ത് നമ്മൾ ചിന്തിച്ചത് യെശയ്യാവിൻ്റെ പ്രവചനം 42:7 ഞാൻ നിന്നെ ജനത്തിൻ്റെ നിയമമാക്കും.
എന്ത് നിയമത്തിലാണ് ഇത് ചെയ്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ദൈവത്തിൻ്റെ നിയമമാണ്, എന്നെ ദൈവം നിയമമാക്കിയതാണ്. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു മറുവശം കൂടെ പറയട്ടെ. ഇന്നലെ അത് കംപ്ലീറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ നിയമത്തെ ദൈവപ്രമാണത്തിന് വിരോധമായി ഉപയോഗിച്ചാൽ നിയമമായവൻ പറഞ്ഞതുകൊണ്ട് കാര്യം നടക്കുമെങ്കിലും താൻ അതിൻ്റെ ശിക്ഷ ഏൽക്കേണ്ടി വരും. ഞാൻ നിന്നെ ജാതികളുടെ ജനത്തിൻ്റെ നിയമമാക്കി, അതേ നിയമമാണ്. ദൈവഹിതമല്ലാത്ത ഒന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാലും സംഭവിക്കാം. പക്ഷേ അതിൻ്റെ ദോഷഫലം എനിക്ക് തന്നെയായിരിക്കും. ഏറ്റവും നല്ല ഉദാഹരണം മോശയാണ്. മോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, നീ പോയി പാറയെ അടിക്കണം, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ സുനിലിന് ഏറെക്കുറെ, നിങ്ങളുടെ സുനിൽ പാസ്റ്റർക്ക് ഏറെക്കുറെ 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ ബട്ടിണ്ട എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ. 6 or 7 സൂക്ഷ്മം എനിക്ക് അറിഞ്ഞുകൂടാ, സൂക്ഷ്മം എനിക്ക് ഓർമ്മയില്ല. 6 or 7 വയസ്സ് അവന് പ്രായമുള്ള സമയത്താണ് ഞങ്ങൾ ബട്ടിണ്ട എന്ന സ്ഥലത്തായിരിക്കുന്നത്. ബട്ടിണ്ടയിൽ അടുത്തെങ്ങും ഒരു കൂടിവരവില്ലാത്തത് കൊണ്ട് എയർഫോഴ്സ് ക്യാമ്പിനകത്ത് വെച്ച് ഞാനൊരു ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനകത്ത് ഒറ്റ സ്റ്റുഡൻറ്റേ വരുന്നുള്ളായിരുന്നു, ഒരു ബ്രദർ തോമസ് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടയാളും പൗത്തിൽ തിരുമേനി എന്ന് പറയുന്ന ഒരു തിരുമേനിയുടെ പെങ്ങടെ മകനുമാണ്. കത്തോലിക്കയിലുള്ള പൗത്തിൽ തിരുമേനി എന്ന് പറയുന്ന തിരുമേനിയുടെ പെങ്ങടെ മകനുമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനും രണ്ടുപേരും സുവിശേഷകന്മാരാണ്. അന്ന് തോമസ് ബ്രദർ ഒരൊറ്റയാൾ, മാത്യു ബ്രദർ ഒരൊറ്റയാൾ മാത്രം വീട്ടിൽ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി വരും. ഞാനാണെങ്കിൽ ഒരു ദിവസം വെജിറ്റബിൾ വാങ്ങിക്കാൻ പോയി. ഞങ്ങൾക്കന്ന് വെജിറ്റബിൾ കിട്ടുന്നത് കൃത്യം 36 കിലോമീറ്റർ ദൂരെയാണ്. 36 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിലേ വെജിറ്റബിൾ കിട്ടത്തുള്ളൂ. ഇതുപോലൊരു പട്ടിക്കാട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ വെജിറ്റബിൾ വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ സ്കൂട്ടർ പഞ്ചറായോ സംതിങ് ഹാപ്പൻ, ഞാൻ വരാണെങ്കിൽ ലേറ്റായിപ്പോയി. എനിക്കറിയാം കൃത്യം മാത്യൂസ് ബ്രദർ കൃത്യം 4 മണിയാകുമ്പോൾ വീട്ടിലെത്തും. പക്ഷെ 4 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. വളരെ ബുദ്ധിമുട്ടി ഒക്കുന്നിടത്തോളം വേഗത്തിൽ ഓടിച്ച് സ്കൂട്ടറൊക്കെ റിപ്പയർ ചെയ്ത് വളരെ വേഗത്തിൽ ഓടിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 10-20 മിനിറ്റ് ലേറ്റായി. വീടിൻ്റെ ഫ്രണ്ട് ഞാൻ വരുമ്പോൾ തേണ്ട സുനിൽ, ഞങ്ങളുടെ സുനിൽ മോനെ, നിങ്ങളുടെ സുനിൽ പാസ്റ്റർ ആ ചെറിയ പ്രായത്തിൽ മാത്യുവിന് ബൈബിൾ ക്ലാസ് എടുക്കുക. അയാളൊന്ന് ഉപദേശിക്കുക, മാത്യുവിന് ബൈബിൾ ക്ലാസ് എടുക്കുക. അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന പോർഷൻ ഇതാണ്: അങ്കിളെ, ദൈവം മോശയെ വിളിച്ച് പാറയോട് കൽപ്പിക്കാൻ 2ാം പ്രാവശ്യം പറഞ്ഞു. അദ്ദേഹം അത് ലംഘിച്ചു, പാറയ്ക്കിട്ട് അടിച്ചു 2ാം പ്രാവശ്യം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തൻ്റെ സ്ഥാനം നഷ്ടമായി. ദൈവത്തിൻ്റെ മാതൃകകൾ കളയാതെ സൂക്ഷിച്ചോണം. ഞാൻ ഇന്ന് പറഞ്ഞതുമായി ഒന്ന് കണക്ട് ചെയ്തോട്ടെ. നീ ജനത്തിൻ്റെ നിയമമാ, ഞാൻ നിന്നെ നിയമമാക്കി. മോശയെ ദൈവം നിയമമാക്കിയ കാരണത്താൽ മോശ പറയുന്നതെല്ലാം സാധിച്ചേ പറ്റൂ. ദൈവം മോശയോട് ആരംഭത്തിങ്കൽ പറഞ്ഞു, നീ കയ്യിലെ വടിയെടുത്തുകൊണ്ട് പാറയുടെ അടുക്കൽ പോകാം, ഞാൻ ഹോരേബിലെ പാറമേൽ നിൽക്കും. നീ പാറയെ അടിക്കണം, പാറ പൊട്ടും, അതിൽ നിന്ന് വെള്ളം ഒഴുകും, ജനം കുടിച്ചു കൊള്ളട്ടെ. കാലത്തിൻ്റെ പോക്കിൽ ജനത്തിന് വീണ്ടും വെള്ളമില്ലാത്തൊരു സാഹചര്യമായതോടെ ജനം പെറുപെറുത്തു. വീണ്ടും മോശ ദൈവസന്നിധിയിൽ വന്നു. ദൈവം വീണ്ടും മോശയ്ക്ക് അരുളപ്പാട് കൊടുത്തു, മോശ നീ കയ്യിൽ വടിയുമായി പാറയുടെ അടുക്കൽ ചെല്ല്. പക്ഷേ അടുത്ത വാചകം മോശ ശ്രദ്ധിക്കാതെ പോയോ എന്തോ അറിഞ്ഞുകൂടാ, നീ പാറയോട് കൽപ്പിക്ക്, അടിക്കാൻ പറഞ്ഞില്ല. പക്ഷെ മോശ തിരിച്ച് ഇസ്രായേൽ പ്രഭുക്കന്മാരുമായി പാറയുടെ അടുക്കൽ വന്ന് ജനം കേൾക്കുമെന്ന് വിളിച്ചു പറഞ്ഞ്, എന്നെ അപമാനിച്ചവനെ കേട്ടോടാ, എൻ്റെ സ്വാധീനത എന്തെന്ന് അറിഞ്ഞോടാന്നുള്ള സാഹചര്യത്തിലാണ് അന്നിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എത്ര പ്രാവശ്യം അടയാളം തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പാറയെ അടിച്ചു. വെള്ളം പുറപ്പെട്ടു, പാറ പൊട്ടി, ജനം കുടിച്ചു. കാര്യം ജനത്തിൻ്റെ നിയമമാണ്. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ ഇസ്രയേലിലേക്ക് കടക്കുന്നതിന് മുന്നമേ പിസ്ഗയുടെ കൊടുമുടിയിലേക്ക് ദൈവം മോശയെ വിളിച്ചുയർത്തിച്ച് പറഞ്ഞു, മോനെ, ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയത്? നീ നിയമമാണെങ്കിലും തെറ്റിക്കാൻ അനുവാദമില്ല. ഞാനൊരു ദിവസം ദൈവത്തിൻ്റെ നിയമം തെറ്റിച്ചാൽ എനിക്ക് നാളെ ശിക്ഷയുണ്ട്. ഞാനതിന് മറുപടി പറഞ്ഞേ തീരൂ. ഞാൻ ദൈവത്തോട് മറുപടി പറഞ്ഞേ തീരൂ. ഞാൻ നിന്നെ ജനത്തിൻ്റെ നിയമമാക്കുകയാണ്. പക്ഷെ ദൈവത്തിങ്കിൽ നിന്ന് നിയമം പ്രാപിച്ചു കൊടുക്കാനാണ്. നമ്മളെ ആരെയും പ്രകാശിക്കുന്ന ദീപങ്ങളായിട്ടല്ല ദൈവം ഇവിടെ ആക്കിയത്, പ്രതിഫലിപ്പിക്കുന്ന ദീപങ്ങളായിട്ടാണ്.
ഞാൻ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുകയല്ല. നിശ്ചയമായും എഴുന്നേറ്റ് പ്രകാശിക്കാൻ തിരുവചനം പറയുന്നുണ്ട്. അത് എന്ത് പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിൻ്റെ പ്രഭ ഏറ്റുവാങ്ങി തിരിച്ച് പ്രതിഫലിപ്പിച്ച് സഭയ്ക്ക് കൊടുക്കുവാനുള്ള പ്രതിഫലന പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ സ്വന്തം ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവം തരുന്നതിനെ പ്രതിഫലിപ്പിച്ചാൽ മാത്രം മതി. ഞാൻ നിന്നെ ജനത്തിന് നിയമമാക്കിയിരിക്കുന്നു, അതെ, ദൈവത്തിൻ്റെ നിയമങ്ങൾ കൊടുക്കുവാൻ. മർക്കോസിൻ്റെ സുവിശേഷം 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നാം അടയാളങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്നലെ നിർത്തി. അവിടെയാണ് ഇന്നലെ രാവിലെ നിർത്തുന്നത്. നാം അടയാളങ്ങൾ ചെയ്യണം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്നലെ പകൽ സുനിൽ പാസ്റ്റർ ഇവിടെ പറഞ്ഞ കാര്യം ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ പോകാമെന്ന് മാത്രം. കാര്യം ഇന്നലെ പറഞ്ഞതിനേക്കാൾ ഒരല്പം കൂടെ കൂടുതലുണ്ട്. ഇന്നലെ ഒരു മോള് ഇവിടെ മുന്നോട്ട് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊടുത്ത് തൂവാല വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞു വന്നിട്ടുണ്ടോ? ഇല്ല, അവൾ രാവിലെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടേച്ചാണ് വരുന്നത്. ഇന്നലെ ഇവിടെ വന്ന് തൂവാല വാങ്ങിക്കാൻ വേണ്ടി വന്ന ഒരു മോളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ കൂടെ എന്നെപ്പോലെ എയർഫോഴ്സിൽ ജോലി ചെയ്ത ആളാണ്. ഈ യലഹങ്ക സ്റ്റേഷനിലുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇന്ന് എന്നോട് പറയുകയാണ്, ഈ കുഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് എന്തോ രോഗിയായി അങ്ങ് സീരിയസ് ആയി എക്സ്ട്രീംലി ക്രിട്ടിക്കൽ കണ്ടീഷനിലായതോടെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ എയർഫോഴ്സ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. യലഹങ്കയിൽ നിന്ന് ബാംഗ്ലൂർ എയർഫോഴ്സ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയിൽ ഏറെക്കുറെ പകുതി വഴിക്കായിരിക്കാം കബ്ബൺ പാർക്ക് വരുന്നത്. കബ്ബൺ പാർക്ക് ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ജീവൻ പോയി. അതിന് അനക്കമില്ലാതെയായി, അതിന് ശ്വസിക്കാനൊക്കത്തില്ല, ഒന്നുമില്ലാതെയായി. എന്ത് ചെയ്യാൻ സാധിക്കും? അവരാണ് നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷനിലാണ് വരുന്നത്. പണ്ട് ഇവർ CSIക്കാരായിരുന്നു. എന്നോട് ക്ഷമിക്കണേ, ഞാൻ ആഴത്തിലോട്ട് ഇറങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞു, പണ്ട് ഞാൻ നിരീശ്വരവാദിയായിരുന്നു. എനിക്ക് ഇന്നടത്ത് നിൽക്കണമെന്നൊന്നും യാതൊരു താല്പര്യവുമില്ല. ഞാൻ പണ്ട് നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ വിവാഹം കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പള്ളി കൂടേണ്ടത് കൊണ്ട് അപ്പനും അമ്മയും പറഞ്ഞ് എന്നെ CSI വിട്ടു. അങ്ങനെ ഞാൻ CSI കൂടി. ഭാഗ്യത്തിന് കല്യാണം കഴിച്ച പെൺകുട്ടി അല്പം കൂടെ വിശ്വാസമുള്ളതായിരുന്നത് കൊണ്ട് അവൾ ക്രിസ്ത്യ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവൾ ക്രിസ്ത്യാനിയായി പോകുന്നതിനകത്ത് എനിക്ക് ഒരു വിരോധവും ഇല്ലായിരുന്നത് കൊണ്ട് ഞാനും CSIക്കാരനായി മാറി. അങ്ങനെ CSIക്കാരായി നടക്കുന്ന കൂട്ടത്തിലാണ് ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഇംഗ്ലീഷ് സർവീസ് ആയിരിക്കും കുറച്ചുകൂടെ ഭേദം. കാര്യം ഇവൻ ആകെപ്പാടെ ഒരു നല്ല വിശ്വാസത്തിലല്ല. പണ്ടായിരുന്നു, ഇപ്പോൾ ഇതാന്ന് ഇച്ചിരൂടെ കഴിഞ്ഞാൽ മറ്റേതായിരിക്കും. അങ്ങനെ ഒരു പോക്കിലാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് സർവീസിലായി. പക്ഷെ കുഞ്ഞിൻ്റെ ജീവൻ പോയപ്പോൾ, എൻ്റെ കയ്യിലിരുന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പോയപ്പോൾ, ഇന്നലെ ഇവിടെ വന്ന മോളാ, അവിടെ ജീവൻ പോയപ്പോൾ ആകെപ്പാടെ പിടിച്ചു നിൽക്കാൻ ഒക്കാതെ പെട്ടെന്ന് ഞാൻ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ വിളിച്ചു പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, 1-2 പദങ്ങളോടെ ഞാൻ പറഞ്ഞോട്ടെ. യലഹങ്കയിൽ നിന്ന് ഈ പെൺകുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കേസ് ഷീറ്റിനകത്ത് എഴുതിയിരുന്നത് പൾസ് മിസ്സാകുന്നു. വളരെ ഇൻ്ററപ്റ്റഡ് പൾസാണ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഹാർട്ടൊന്ന് അടിക്കുന്നതേ ഉള്ളൂ, കണ്ടിന്യൂസ് അടിക്കുന്നില്ല. BP ബിലോ എനി ലെവൽ, ഒന്നിനും BP ഒതുങ്ങുന്നില്ല, അവിടെ ഇങ്ങനെ നിൽക്കാവുന്നതല്ല, അതിനേക്കാളൊക്കെ താഴെയാണ് എന്ന് പറഞ്ഞാൽ ഇത് തീരാൻ തീർന്നുകൊണ്ടിരിക്കുക. ഈ കേസ് ഷീറ്റുമായിട്ടാണ് പോകുന്നത്. കബൺ റോഡിൽ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ശ്വാസം നിന്നു, അനക്കം നിന്നു. പെട്ടെന്ന് പാസ്റ്ററെ വിളിച്ചു, ജോൺസനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, കുഞ്ഞിങ്ങനെയാണ്, ഇതായി സ്ഥിതി. അവൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വാ. 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞു, മടങ്ങി വാ. അതോടെ കുഞ്ഞൊന്ന് ഞെട്ടി വന്ന് അലറി. എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നു. അവർ നെഗ്ലക്റ്റ് ചെയ്തൊരു കേസായി മാറ്റിയിട്ടു. കേസ് ഷീറ്റ് വായിച്ചില്ല. അവിടെ ചെന്നപ്പോൾ കൊച്ചു കളിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ വായിക്കാനാ 2-3 ദിവസം കഴിഞ്ഞാണ് കേസ് ഷീറ്റ് ഡോക്ടർ വായിച്ചു പറഞ്ഞു, അബദ്ധമായി പോയല്ലോ, ഇത്രയും സീരിയസ് ഒരു കേസ് ഷീറ്റ് വന്നിട്ട് ഇപ്പോഴാണോ നോക്കിയത്? എനിവേ എല്ലാം നോക്കിയപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഇനി കൊണ്ടുപോരുന്നതാ. ഇന്ന് അമ്മയ്ക്ക് സുഖമായി. അത് സുനിൽ പാസ്റ്റർ ഇന്നലെ പറഞ്ഞതാ. ഇന്നലെ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ തൊട്ടേക്കാം. അമ്മയ്ക്ക് അസുഖമായി, അസുഖം കൂടി, വളരെ സീരിയസ് ആയി. ആ സമയത്താണ് ഇന്നലെ കേട്ടതിനേക്കാൾ ഇച്ചിരൂടെ കൂടുതൽ പറഞ്ഞു. അവരെ ഹോസ്പിറ്റൽ, ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയിച്ചാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ക്ലാരിറ്റിയിൽ ഒന്നുകൂടെ എടുത്ത് പറയാൻ സാധിക്കുന്നത്. അമ്മയ്ക്ക് ഏറ്റവും ക്രിട്ടിക്കലി സീരിയസ് ആയ സാഹചര്യത്തിൽ അമ്മ പോവുകയാണ്. അതുകൊണ്ട് ഭർത്താവും മൂത്ത മോൻ ഇവിടെ വന്ന മോളേക്കാൾ മൂത്ത മകനും 2 പേരും നിന്ന് അമ്മയുടെ കയ്യെ പിടിച്ച് അമ്മയോട് സത്യത്തിൽ യാത്ര പറയുക. അമ്മ തീരുകയാണ്. അങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ശ്വാസം നിന്നു. ഡോക്ടറും പറഞ്ഞു കഴിഞ്ഞു, പോയി എന്ന് ഡോക്ടറും പറഞ്ഞു. എഴുതിയില്ല, ഡോക്ടറും പറഞ്ഞു കഴിഞ്ഞു, ഹോപ്പ് കഴിഞ്ഞു. അവർ പറയുന്നത് പെട്ടെന്ന് അവരെ ആരോ വന്ന് 2 കൈകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവരെ അധോലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത്
മോൻ അമ്മയുടെ കയ്യെ പിടിച്ചിട്ടുണ്ട്. മോൻ്റെ കൈ പിടിച്ചു പറിച്ച് ഒരു തള്ളു തള്ളി. അമ്മയുടെ സാക്ഷ്യമാണ്. മോൻ്റെ കൈ പിടിച്ചു പറിച്ച് ഒരു തള്ളു തള്ളിയേച്ച് പറഞ്ഞു, ആരെയും കൂടെ കൊണ്ടുപോകാനൊക്കത്തില്ല, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാം. ഭർത്താവിനെ കുറിച്ച് അവൾ ചോദിച്ചു, എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഈ കൊണ്ടുവന്നാൽ ചങ്ങലയിട്ട് കൊണ്ടുവന്ന ആൾ പറഞ്ഞു, നോ റിലേറ്റീവ്സ് ക്യാൻ കം എന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഭർത്താവ് ബർക്കാഹുപ്പാടയുടെ ചെസ്റ്റ് പ്രസ് ചെയ്ത് ആ അന്തിമ ശ്രമങ്ങൾ, ശ്വാസോച്ഛ്വാസം കൊടുക്കുവാൻ ഡോക്ടർ ശ്രമിക്കുകയാണ്. മോൻ ആ സമയത്ത് ലിറ്ററലി തെറിച്ച് പോയി ഭിത്തിയിൽ ഇടിച്ചു. മോനെ ഞാൻ രാവിലെ കണ്ടു, അവൻ ലിറ്ററലി തെറിച്ച് പോയി ഭിത്തിയിൽ ഇടിച്ചു. അമ്മ പറയുന്നത് എന്നെ ചങ്ങലയിട്ടുകൊണ്ട് പോകുന്നയാൾ പിടിച്ച് തള്ളിയതാണ് ഇവനെന്നാ. എന്തുകൊണ്ട് തെറിച്ചു എന്ന് അവൻ അറിഞ്ഞുകൂടാ. അവൻ കരുതിയത്, എന്നോട് പറഞ്ഞത്, അവൻ കരുതിയത് ഈ ചെസ്റ്റ് പ്രസ് ചെയ്യാൻ വന്ന ആരോ പിടിച്ച് തള്ളിയതാണെന്നാണ് ഓർത്തത്. പക്ഷേ ഡോക്ടേഴ്സ് അങ്ങനെ തള്ളാൻ സാധ്യതയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. തള്ളി, ഇവൻ്റെ തല പോയി ഇടിച്ചു. താഴോട്ട് പോകുന്ന സ്ത്രീയെ ആ സമയത്ത് ചോദിച്ചു, എൻ്റെ ഭർത്താവ് എന്ത് ചോദിച്ചു പറഞ്ഞു, നൺ ഓഫ് ദ റിലേറ്റീവ്സ് ക്യാൻ മീറ്റ് യു, റിലേറ്റീവ്സിന് ആരെയും നിന്നെ കാണാനൊക്കത്തില്ല. അന്നേരത്താണ് ആ സ്ത്രീ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? പാരലലി നടക്കുന്നത് ഭർത്താവ് ഈ കയ്യെന്ന് വിട്ടേച്ച് ജോൺസനെ വിളിച്ചു. പാസ്റ്റർ ജോൺസൺ, എൻ്റെ വൈഫ് പോകുന്നു. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ തിരികെ വരിക, യേശുവിൻ്റെ നാമത്തിൽ തിരികെ വരിക, യേശുവിൻ്റെ നാമത്തിൽ തിരികെ വരിക എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഐസിയുവിൽ നിന്ന് വിളിക്കാനൊക്കത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, നീ തിരിച്ചു പോയി നോക്ക്, അവർ തിരിച്ചു വന്നിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഭാര്യ കണ്ണു തുറന്നു കഴിഞ്ഞു. അവർ പറയുന്നത്, ഞാൻ അധോലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എൻ്റെ കൈ രണ്ടും കെട്ടി എന്നെ കൊണ്ടുപോകുന്ന വ്യക്തിയോട് ഭർത്താവിനെ ചോദിച്ചു, റിലേറ്റീവ്സിന് ആരെയും കാണാനൊക്കത്തില്ല, ഇനി നീ ആരെയും കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ആ കൊണ്ടുപോയ ശക്തിയോട് ചോദിച്ചു. മറുപടി ഒന്നും ഉണ്ടായില്ല. അന്നേരത്തെ സ്ത്രീ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ മകളാണ്. ഇത് പറഞ്ഞു തീരുകയും ഇന്ന് അദ്ദേഹത്തിൻ്റെ വാഗുണ്ട് എന്നോട് പറഞ്ഞ സാക്ഷിയാണ്. ആ അമ്മച്ചിക്ക് സംസാരിക്കാനൊക്കത്തില്ല, പൂർണ്ണ സുബോധമുണ്ട്. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ ശരിയായി, പൂർണ്ണ സുബോധമുണ്ട്. എഴുതി കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നാക്കനക്കം വയ്യാത്തതുപോലെ വായിക്കൂടെ വലിയ ട്യൂബ് ഇട്ടിട്ട് അങ്ങനെയാണ് വെന്റിലേറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാക്കനക്കാനൊക്കത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. എന്നോട് ചെന്നുടനെ എന്നോട് വന്ദനം പറഞ്ഞു. ഞാൻ ചോദിച്ചതിനൊക്കെ കൈയൊക്കെ എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഉള്ളി തിങ്ങി സംസാരിക്കാൻ പറ്റുന്നില്ല. ആ സംസാരിക്കാൻ വയ്യാത്തതിൻ്റെ കാരണം എന്തുവാ? ഈ വെന്റിലേറ്ററിൻ്റെ ട്യൂബ് വായി കിടക്കുന്നത് കൊണ്ടാണ്. ഇന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ പോയി കണ്ട കാര്യമാണ്. ഓക്കെ, പോയി നോക്കാൻ പറഞ്ഞു. വന്ന് നോക്കിയപ്പോൾ കണ്ണു തുറന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് ഞാൻ യേശുവിൻ്റെ പൈതലാണെന്ന് പറഞ്ഞു കഴിയുകയും ഒരു വലിയ പ്രകാശം അടിച്ചു. ആ പ്രകാശം അടിക്കുകയും ഈ കൊണ്ടുപോയ ശക്തികൾ കളഞ്ഞു പോയി. ചങ്ങല എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ആ സമയം വളരെ പ്രകാശമുള്ളതും ആണിപ്പഴുതുള്ളതുമായ 2 കൈകൾ താണുവന്ന് എന്നെ പൊക്കി ഉയർത്തി. ഞാൻ എങ്ങോട്ട് താണോ അവിടുന്ന് എന്നെ പൊക്കി ഹോസ്പിറ്റലിൽ കണ്ണു തുറന്നു. നിങ്ങൾ പോകുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണം, നിങ്ങൾ പോകുമ്പോൾ അടയാളങ്ങൾ ചെയ്യണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ സഭയെ ദൈവം നിയമിച്ചെങ്കിൽ, ഇന്ന് ഞാനിത് പറയുന്നെങ്കിലും ഈ അളവിലൊന്നും എനിക്ക് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം നടത്തിയ ചെയ്യും. ദൈവത്തിൻ്റെതായ സമയമുണ്ട്, ദൈവത്തിൻ്റെതായ കാര്യമുണ്ട്. എന്നോട് പറഞ്ഞു, പല ആവശ്യങ്ങൾക്കും സുനിൽ പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചപ്പോഴും സ്ഥിതി ചെയ്താ. ഞാൻ പറഞ്ഞിട്ട് പിള്ളേരെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. 2 പേരെ തന്നെ ഈ ചർച്ചിനകത്ത് എല്ലാവരെയും ദൈവം ഉപയോഗിക്കണം. അതിന് ഓരോരുത്തർക്കുമായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ആ സാഹചര്യത്തിലേക്ക് നമ്മൾ വരട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഇതൊന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. ചാർലി ചാമ്പ് എന്ന് പറയുന്ന ആൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അന്ന് എന്നോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് യഹോവ കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ദൈവത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ അത് സംഭവിച്ചിരിക്കും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടേണ്ടതിന് ഇന്ന് ദൈവം സ്ഥാനാപതികളായി നിയമിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാകയാൽ, ചാർലി ഷാമ്പ് പറഞ്ഞ കാര്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ദൈവിക ശക്തിപ്രകാരം, ആലോചന പ്രകാരം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അങ്ങനെ സംഭവിച്ചിരിക്കും. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇന്ന് അപൂർവമായി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. ശരീരത്ത് മുഴുവനും നട്ടുബോൾട്ടിട്ട് മുറുക്കിയ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ? ബ്രദർ ഇവിടെ വന്നിട്ടുണ്ടോ? റെക്സ് വന്നിട്ടുണ്ടോ? റെക്സ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. റെക്സ് വന്നിട്ടുണ്ടോ? ഇല്ല. റെക്സിൻ്റെ പെങ്ങളുടെ കാര്യമായി പറയുന്നത്. ഉണ്ടെങ്കിൽ ദൃക്സാക്ഷിയെ ഉടനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രി റെക്സ് ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ന് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റെക്സിൻ്റെ സഹോദരിയുടെ കാര്യമാണ് പറയുന്നത്.
അവളൊരു എഞ്ചിനീയറാണ്. ഒരു ജീപ്പിൽ ഓടിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒരു അപകടമുണ്ടായി. ജീപ്പ് മറിഞ്ഞാണ് പോയത്. ആ കൂട്ടത്തിൽ ശരീരത്തിലെ ഒരുപാട് അസ്ഥികൾ ഒടിഞ്ഞ അസ്ഥികളെല്ലാം ഓപ്പറേറ്റ് ചെയ്തു. അതിനെല്ലാം നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടു. ചാർലി ഷാമ്പു പറഞ്ഞു, ഈ നട്ട് ബോൾട്ട് ഇട്ട് വെച്ചിരിക്കുന്ന മെറ്റൽ പോർഷൻസ് ഇപ്പോൾ അസ്ഥികളായി മാറാൻ പ്രാർത്ഥിക്കാൻ പോവാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ അത്ഭുതം കണ്ടത് അമ്മ. അതുപോലൊരെണ്ണം വേറെ കണ്ടിട്ടില്ല. നമ്മുടെ ഈ സൈഡിൽ നിന്ന് എനിക്കൊന്ന് അവളിരുന്ന പുറകിലും കണ്ട, നിറച്ചു ആളുണ്ടായിരുന്നു, അവളെ പുറകിലും കണ്ടാണ് ഇരുന്നത്. അദ്ദേഹം ഇവിടെ നിന്നൊരു കൽപ്പന കൊടുത്തു. പിറ്റേ ദിവസം പോയി എക്സ്റേ എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഞാനും എക്സ്റേ കണ്ടതാണ്, റെക്സും എക്സ്റേ കണ്ടതാണ്. ഒറ്റ നട്ടില്ല, ഒറ്റ ബോൾട്ടില്ല, മുഴുവനും അസ്ഥിയാണ്. ഞങ്ങൾ കണ്ടതാണ്. അന്ന് തന്നെ അവൾ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, എൻ്റെ ശരീരത്ത് തൊട്ടാൽ ഈ നട്ട് ബോൾട്ട് ഉണ്ട്, കൈ കൊണ്ട് ഫീൽ ചെയ്യാൻ, തൊട്ട് നോക്കാൻ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരത്തി പെങ്കൊച്ചായതുകൊണ്ട് ഞാൻ തൊട്ട് നോക്കിയില്ല, നീ തൊട്ടങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒന്നും ഇല്ലെന്ന് അവൾ എടുത്തു പറയുകയും ചെയ്തു. ദൈവത്തിന് അത്ഭുതം ചെയ്യാനുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടുത്ത പടിയിലേക്കൊന്ന് കയറാമോ? ദൈവത്തിന് പലതും ചെയ്യുവാൻ നമ്മെ വിശ്വസ്തനെന്ന് എണ്ണി നമ്മുടെ കയ്യിൽ പലത് തന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഞാൻ ആദ്യത്തെ രാത്രി മുതൽ ഓർത്തായിരുന്നു, പക്ഷേ ആദ്യത്തെ തിങ്കളാഴ്ച പകൽ മുതൽ ഓർത്തായിരുന്നു, ആരെങ്കിലും വിശ്വസിക്കുന്നവരെ കൊണ്ട് ഇതിനകത്തുള്ള രോഗികളുടെ മേൽ കൈവെപ്പിക്കണമെന്ന്. ഞാൻ ഇതുവരെയും ചെയ്തില്ല, സമയം തീർന്നില്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. എന്താ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതല്ലേ? ഇന്നൊരു കൂട്ട രോഗശാന്തി ഇതിനകത്ത് നടക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞാൽ നോൺ പ്രൊഡക്റ്റീവായ ആരെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഒന്നും സംഭവിക്കാത്ത ആരെ കൊണ്ടും സഭയ്ക്കൊന്നും നേടാനില്ല. സഭയ്ക്ക് നേടാനുള്ളത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. എഗെയിൻ, വിശ്വസിക്കുക എന്നതിനെക്കുറിച്ച് ഒരുപാട് ലെവലുണ്ട്. വിശ്വാസത്തിൻ്റെ താഴ്ന്ന ലെവൽ മുതൽ ഉയർന്ന ലെവൽ വരെയുണ്ട്. ഒരിക്കൽ സ്നാനത്തിന് വിരോധമായി സംസാരിക്കുന്ന, വിശ്വാസ സ്നാനത്തിന് വിരോധമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ റാങ്ക് പോലും ഞാൻ പറയുന്നില്ല, ക്രിസ്തീയ മണ്ഡലത്തിലെ റാങ്ക് പറഞ്ഞല്ല, പട്ടാളത്തിലെ റാങ്ക് അല്ല, അയാളുടെ റാങ്ക് പോലും ഞാൻ പറയുന്നില്ല. ക്രിസ്തീയ മണ്ഡലത്തിലെ ഒരു മഹാനാണ്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, മർക്കോസ് 16-ാം അധ്യായത്തിൽ പറയുന്നതായ വിശ്വാസ ലക്ഷണങ്ങളില്ലാത്തവൻ രക്ഷിക്കപ്പെട്ട വിശ്വസിച്ചതാണോ? മരണകരമായത് എന്തും കുടിക്കാൻ തയ്യാറാകാത്തവൻ, അവൻ്റെ കൈവച്ചാൽ രോഗി സൗഖ്യമാകാത്തവൻ, അവൻ വിശ്വസിക്കുന്നുണ്ടോ? അവനെ സ്നാനപ്പെടുത്താം. എങ്കിൽ ഒട്ടും വിശ്വസിക്കാത്തവനെ സ്നാനപ്പെടുത്തിയാലത്തെ തകരാറെന്നാ? അയാളുടെ ചോദ്യമാണ്. അച്ചോ, ഞാൻ ഈ കാര്യം അങ്ങ് തുറന്നു പറയുകയാണ്, അത് വേറൊരു ലെവലാണ്. ഞാൻ വിശ്വാസത്തിൽ ലെവലിൽ വർദ്ധിക്കുന്ന കാര്യമാണ് പറയുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ ചായ കുടിക്കുമ്പോൾ എനിക്ക് മധുരം ഒരല്പം കൂടുതലാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. എൻ്റെ ഭാര്യ ചായ കുടിക്കുമ്പോൾ മധുരം തീരെ കുറച്ച് മതി. രണ്ടുപേർക്കും ചായ തരുന്നത് പഞ്ചസാര ഇട്ടാ. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഈ അളവ് പോരാ, ഇതിനേക്കാൾ അല്പം കൂടെ കൂടുതൽ വേണം. വിശ്വാസത്തിൻ്റെ അളവിൽ നമ്മൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് എരി തീരെ കുറച്ച് മതി, വേറെ ചിലർക്ക് അല്പം കൂടെ കൂടുതൽ വേണം. മുളകിൻ്റെ അളവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. രണ്ടിനകത്തും ഉണ്ട്. വിശ്വസിച്ച് തുടങ്ങുന്ന വ്യക്തിക്ക് കർത്താവിൽ വിശ്വാസമുണ്ട്, അവനെ രക്ഷയിലേക്ക് വഴി നടത്താൻ ആ വിശ്വാസം മതി. എന്നാൽ കർത്താവ് പറയുന്ന വിശ്വാസം അവിടെയല്ല, ഒരു മച്യൂരിറ്റിയിലേക്ക് വരുന്നവൻ. ഞാൻ ജനനാൽ ഇന്ത്യൻ പൗരനാ. പക്ഷെ അന്ന് എനിക്ക് വോട്ടവകാശം തരത്തില്ലായിരുന്നു. 21 വയസ്സായിട്ടാണ് വോട്ടവകാശം തന്നത്. കാരണം ശിശു ആയിരിക്കുന്നിടത്തോളം അധികാരം ഉപയോഗിക്കാൻ അറിയാമെന്ന് വരത്തില്ല. അന്ന് ഞാൻ സിറ്റിസനാണ്, ഇന്ന് ഞാൻ എ ബെറ്റർ സിറ്റിസൺ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സീനിയർ സിറ്റിസൺസിനെ അവിടെയും ഇവിടെയും കൂടുതൽ മാനിക്കാറുണ്ട്. വൈ? ഐ ആം എ ബെറ്റർ സിറ്റിസൺ. പണ്ട് ഞാൻ സിറ്റിസനാണ്, ഇന്ത്യൻ പൗരനാണ്, എന്നാൽ ഇന്ന് അല്പം കൂടെ പ്രയോജനപ്പെടുന്നവനാണ്. കർത്താവേ, എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് ഒരല്പം കൂടെ വർദ്ധിപ്പിച്ചു തരണേ. ഇനി ഞാൻ ഒരു കോമൺ ഫാക്ടറിലേക്ക് പോകട്ടെ. സഭ ഒരുമിച്ച് വിശ്വസിച്ചാൽ പ്രൈസ് ദ ലോർഡ്. ഈ തിങ്കളാഴ്ച രാവിലെ ഞാൻ ആദ്യത്തെ ക്ലാസ് തയ്യാറാക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റു. ഈ തിങ്കളാഴ്ച രാവിലെ ആദ്യത്തെ ക്ലാസ് തയ്യാറാക്കുമ്പോൾ ദൈവം എന്നോടൊന്ന് ഇടപെടണേ എന്ന് പറഞ്ഞ് ഞാനൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് എടുത്തത്, കാണാത്ത കണ്ണുകൊണ്ട് പ്രയാസപ്പെട്ട് വായിച്ചത് ഈ വാക്യമാണ്. 4 ആൾ ചേർന്ന് ഒരു പക്ഷവാതക്കാരനെ കൊണ്ടുചെന്നവരുടെ വിശ്വാസം കണ്ട്, ഈ 4 പേർക്കും കൂടെ ഒരുമിച്ചൊരു വിശ്വാസമുണ്ട്. ഈ പക്ഷവാതക്കാരൻ്റെ വിശ്വാസം അല്ല,
കൊണ്ടുചെന്നവരുടെ വിശ്വാസം കണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ആരൊക്കെയാണ് കൊണ്ടുവരുന്നത് അവരുടെ വിശ്വാസം കണ്ട്. സഭയ്ക്കൊന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ സഭയെ ദൈവം ഒന്ന് ഉപയോഗിക്കും. ഒരു വ്യക്തിയെ കൊണ്ട് ഉപയോഗിക്കുന്നത് പോലെ അല്ല ഒരു സഭയെ ദൈവം ഉപയോഗിക്കുന്നത്. കൊണ്ടുചെന്നവരുടെ വിശ്വാസം കണ്ട്. തെണ്ടി വെള്ളിയാഴ്ച വന്നപ്പോഴാണ് ആദ്യം ഇടപെട്ട വാക്യവും ഇപ്പോഴത്തെ വാക്യവും കൂടെ ഒരുമിച്ച് തമ്പുരാൻ കണക്ട് ചെയ്ത് വരുന്നത്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരാൽ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്ന സഭയാൽ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ രോഗികൾക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്ന രോഗിയും ഈ പക്ഷവാതക്കാരൻ കിടന്നു കൊടുക്കുക. ഒരു വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നു. കാര്യം യേശു ആ വീടിനകത്തുണ്ട്. യേശു ആ വീടിനകത്ത് കയറിയത് കൊണ്ട് ഈ പക്ഷവാതക്കാരനെ കയറ്റാൻ കഴിയാത്തതുപോലെ അവിശ്വസിക്കുന്നവർ ഒരുമിച്ച് കൂടി. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് പോലും അവിശ്വസിക്കുന്നതായി ഒരു കൂട്ടം ന്യായശാസ്ത്രികളാണ് വന്നുകൂടിയിരിക്കുന്നത്. യവന്മാർ നിമിത്തം ഈ രോഗശാന്തി വേണ്ടവനെ അകത്ത് പ്രവേശിപ്പാൻ കഴിയാതെ, ഇന്നത്തെ പെന്തക്കോസ് മണ്ഡലമാണിത്, രോഗശാന്തി വേണ്ടവനെ അകത്ത് പ്രവേശിപ്പിക്കാൻ പോലും കഴിവില്ലാതെ വിശ്വാസത്തിൻ്റെ ലെവലേശമില്ലാത്ത വലിയ ആളുകൾ വന്ന വീട്, അവർ വീടിൻ്റെ മേളിൽ കയറി വീട് പൊളിച്ചു. വീട്ടുടയവൻ യേശുവിനെ വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞ് പൊളിഞ്ഞാൽ ഞാൻ റിപ്പയർ ചെയ്തോളാം, പൊളിക്കട വീട്. ഹല്ലേലൂയ. വീട് പൊളിച്ച് 4 ആൾ ചേർന്ന് കട്ടിലിൽ കെട്ടിയിറക്കി യേശുവിൻ്റെ മുന്നിലോട്ട് വന്നപ്പോൾ യേശുവിന് പറവാനുള്ളത്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പിന്നെ രോഗശാന്തി നടക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുണ്ട്. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ നോട്ടം തുടങ്ങി, ഇവനാരുടെ പാപം മോചിക്കാൻ? എടോ, തന്നെപ്പോലെ അല്ലടോ ഈ നിൽക്കുന്നവൻ ദൈവപുത്രനാ. ഈ നിൽക്കുന്നവൻ ദൈവപുത്രനാ. ഞാൻ പലപ്പോഴും എടുത്തു പറയാറുണ്ട്, ഈ ഞായറാഴ്ച ഒന്നുകൂടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ശാസ്ത്രിമാരുടെ മുമ്പിൽ, വേദപുസ്തകം നന്നായി അറിയാവുന്ന വേദശാസ്ത്രികളുടെ മുമ്പിൽ വചനം ജഡമായി ഉരുത്തിരിഞ്ഞ ക്രിസ്തുവിനെ കൊണ്ട് നിർത്തിയിട്ട് ഇവൻ പാപിയാന്നാണ് അവന്മാർ പറഞ്ഞത്. കൺമർക്ക് ഒരു പിടിയും കിട്ടുകയില്ല. ഇതുപോലെ തിരുവചനത്തെ അശേഷം അറിയാത്ത ഒരു ജനതതി അവിടെ ഇരുന്ന് പാപം മോചിപ്പാൻ ഇവനാരെന്ന് ചോദിക്കുമ്പോൾ യേശു തിരിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ എല്ലാം അവിശ്വാസത്തിൻ്റെ അപ്പുറത്ത്. നിങ്ങൾ ഇത്രയും പേര് അവിശ്വസിക്കുക, പക്ഷെ എനിക്കൊരു ബാക്കിംഗ് ഉണ്ട്. മേളിലിരിക്കുന്ന 4 എണ്ണം, ഈ മേളിലിരിക്കുന്ന 4 എണ്ണം എനിക്കൊരു ബാക്കിംഗ് ഉണ്ട്. എടാ, പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് പോക എന്ന് പറയുന്നതാണോ എളുപ്പം, അതോ പാപം മോചിച്ചു എന്ന് പറയുന്നതാണോ എളുപ്പം? അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു പക്ഷപാതക്കാരനോട് ഒരൊറ്റ കൽപ്പന, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോ. താഴെ ഇറങ്ങാൻ സ്ഥലമില്ലാത്തവന് ഇറങ്ങാൻ സ്ഥലമുണ്ടായി. അവൻ തന്നെത്താനെ കട്ടിൽ തലയിലെടുത്തു, കിടക്കയെടുത്ത് അവൻ തന്നെ പോകുകയാണ്. ഇന്ന് പകൽ ചിലതെല്ലാം ചെയ്യുവാൻ, ചിലരെ ശക്തീകരിക്കുവാൻ വിശ്വസിക്കുന്ന സഭയെ കൊണ്ട് കഴിയും. നമ്മൾ ഇവിടം വരെയാണ് ഇന്നലെ എടുത്തത്. ഇന്ന് തുടങ്ങുന്നത് യേശു നമ്മുടെ അഡ്വക്കേറ്റാണ്. എവിടെയെങ്കിലും ഒരു ബലഹീനത ഉണ്ടായാൽ എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന ഭാഗം ഞാൻ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മഹാപുരോഹിതൻ ജഡ്ജിയായിരുന്നു വിധിക്കുന്ന സാഹചര്യത്തിൽ, യഹൂദന്മാരുടെ സുപ്രീം കോടതിയാണ് മഹാപുരോഹിതൻ ഇരുന്ന് വിധിക്കുന്ന കോടതി. മഹാപുരോഹിതൻ ഇരിക്കുന്ന സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇടത്തുവശത്ത് ഒരു വക്കീലിരിക്കും, വലത്തുവശത്ത് വേറൊരു വക്കീലിരിക്കും. ഇടത്തുവശത്തിരിക്കുന്ന വക്കീൽ മുൻപിൽ നിൽക്കുന്ന പ്രതിക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ വലത്തുവശത്തിരിക്കുന്ന വക്കീൽ പ്രതിക്ക് അനുകൂലമായി സംസാരിക്കുന്നു. പ്രതി കൊണ്ടുവരുന്ന വക്കീൽ പ്രതിക്ക് വേണ്ടി സംസാരിക്കേണ്ട വക്കീലിനെ വലത്തുവശത്തിരുത്തും. ഈ പ്രതിക്ക് വിരോധമായി വാദിക്ക് വേണ്ടി വാദിക്കേണ്ട വക്കീലിനെ ഇടതുവശത്തിരുത്തും. അതാണ് യഹൂദൻ്റെ സീറ്റിംഗ് പ്രമാണം. അങ്ങനെ ഇരുന്നേലേ വിധി നടക്കത്തുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന വക്കീല, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ. ഇന്ന് പകൽ എൻ്റെ യേശു സ്വർഗത്തിൽ ഇരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാനാണ്. ഇന്ന് പകൽ എൻ്റെ കർത്താവ് സ്വർഗത്തിൽ ഇരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാനാ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി, സഭയ്ക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥത ചെയ്യുന്നതിനാൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ചില വിടുതലുകൾ നടക്കട്ടെ, ചില രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് ചിലത് നടക്കട്ടെ. ചില വ്യക്തികളുടെ മേൽ പുതിയ ശക്തി പകരട്ടെ. ഇത് സ്പിരിച്വൽ എംഫസൈസ് വീക്കാ. ഇവിടെ ചിലത് നടക്കണം. യേശു നമ്മുടെ അഡ്വക്കേറ്റാ. വേദപുസ്തകത്തിൽ എന്തെങ്കിലും ഒരു തിയറി എഴുതിയിട്ടാൽ അതിന് പ്രായോഗിക ഉദാഹരണം വേണം. വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു തിയറി എഴുതിയിട്ടാൽ അതിന് പ്രായോഗിക ഉദാഹരണം വേണം.
ഒരു ദിവസം യേശു പത്രോസിനെ നോക്കി വെച്ച് പറഞ്ഞു, പത്രോസേ, സാത്താൻ എൻ്റെ അടുക്ക വന്നതാടാ നിന്നെ കോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ച്. 2 പാറ്റിയാൽ നീ മിച്ചമില്ലെന്നറിയാം. എം.എ. വർഗീസിനെ 2 പാറ്റിയാൽ യവൻ മിച്ചമില്ലെന്ന് സ്വർഗത്തിനറിയാം. ഇതിനകത്തിരിക്കുന്ന പലരെയും 2 പാറ്റിയാൽ മിച്ചമില്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് യേശു എഴുന്നേറ്റു. പിതാവിൻ്റെ വലത്തുഭാഗത്ത് അഡ്വക്കേറ്റായി നിൽക്കുന്ന യേശു പത്രോസിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എൻ്റെ പിതാവിൻ്റെ അനുവാദമില്ലാതെ യാതൊന്നും സംഭവിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ചില പ്രത്യേക പ്രശ്നങ്ങളെ നേരിടുന്നവർ ഇന്നു പകൽ പിതാവിൻ്റെ അനുമതിയില്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ക്യാരി ഔട്ട് ആകത്തില്ല. അമന വരത്തിന സാദലി കബ്ദർസിയ ലമ മരാത്തി ഹജ്ജ നഗാദിയ ലുഗേ റബത്തി കന്ദുല പ്രവാസിയ. യുദ്ധവീരനായി സൈന്യവീരന്മാരായി എന്നെ നിങ്ങളെ നിർത്താൻ വേണ്ടിയാ, ക്രിസ്തുവിന് വേണ്ടി യോദ്ധാക്കളായി നിർത്താൻ വേണ്ടിയാ പടിപടിയായി നമ്മൾ ചിന്തിച്ചു വരിക. 1ഉം 2ഉം പടിയല്ല, പല പടികൾ നമ്മൾ ചിന്തിച്ചു. അതിനകത്ത് ഇന്ന് ഞാൻ കയറിയ പടി ഇതാണ്. എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ്. യേശു എൻ്റെ അഡ്വക്കേറ്റാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് പറഞ്ഞത്, എൻ്റെ അഡ്വക്കേറ്റായിട്ട് യേശു ഉണ്ട്. ആരെങ്കിലും ഒന്ന് വായിക്കാമോ ആ വാക്യം? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മിക്ക വാക്യങ്ങളും ഞാൻ തന്നെ കട്ട് ചെയ്ത് ഇതിനകത്തിടും, ഞാൻ തന്നെ വായിക്കുന്നതാണ്. ഇത് കട്ട് ചെയ്തില്ല. 1 യോഹന്നാൻ 2:1. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുക. ഗ്രേസ് തിയോളജി എന്ന് പറയുന്ന ഇന്നത്തെ പൊട്ട തിയോളജി അല്ല. എൻ്റെ എഴുത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ പാപം ചെയ്യാൻ പാടില്ല. അല്പം പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന നിക്കലോബി ഉപദേശമല്ല. ഞാനിത് എഴുതുന്നത് നിക്കലോബി ഉപദേശമല്ല. നിങ്ങൾ പാപം ചെയ്യാതെ ഇരിക്കാനാണ്. പക്ഷെ കൈപ്പഴ സംഭവിച്ചു പോയാൽ, അബദ്ധം സംഭവിച്ചു പോയാൽ, എനിക്കൊരു പുതിയ മൊബൈൽ കിട്ടിയപ്പോൾ ഞാൻ ഇവിടുത്തെ മൊബൈലിൻ്റെ കവർ വിൽക്കുന്ന കടയിൽ പോയി ഒരു മൊബൈലിൻ്റെ കവർ ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കവർ എടുത്ത് ഒരല്പം കുഷ്യനിങ് എഫക്റ്റും കൂടെ ഉള്ളതാണ്. ഒന്ന് താഴെ വീണാൽ കാര്യമായ കുഴപ്പമൊന്നും വരത്തില്ല. അതിലൊരല്പം കുഷ്യനിങ് എഫക്റ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ ആ പുതിയ കവർ ഇട്ട് ടെലിഫോൺ എടുത്ത് എറിയുമെന്നൊന്നും അല്ല. അതിനല്ല കവർ ഇട്ടിരിക്കുന്നത്. പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി അല്ല ആ കവർ തന്നത്. പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി അല്ല. അബദ്ധത്തിന് എന്തെങ്കിലും നീ അറിയാതെ കയ്യിൽ നിന്ന് താഴെ പോയാൽ, വീടിനകത്ത് ടൈൽസ് ഇടുമ്പോൾ, എനിക്കൊന്ന് HL അവനെന്ത് പേരെന്തോ അവൻ്റെ ആ മോനെ ഇട്ട് തന്നെ, ഗോഡ്ലിയാണ് വീടിനകത്ത് ടൈൽസ് ഇട്ടത്. അപ്പം പറഞ്ഞു, അങ്കിളെ ഞാൻ വുഡൻ ടൈൽസ് ഇടാം ഇതിനകത്ത്. അഥവാ തണുപ്പത്ത് നിലത്തൊന്ന് ചവിട്ടിയാൽ കാലിൽ തണുപ്പ് ഏൽക്കുകയില്ല. അഥവാ ഫോണൊന്ന് താഴെ വീണാൽ അതിന് വലിയ കേട് വരത്തില്ല. കാര്യം ഒരല്പം കുഷ്യനിങ് എഫക്റ്റ് ഉണ്ട്. അവൻ എന്നോട് ഒരിക്കലും പറഞ്ഞില്ല, ഇന്ന് മുതൽ ഫോണും കൊണ്ട് വരുമ്പോൾ ഇത് ഇങ്ങോട്ട് എറിഞ്ഞേക്കണമെന്ന്. അവനെ അതിനല്ല ടൈൽസ് ഇട്ടത്. അബദ്ധത്തിനൊന്നും സംഭവിച്ചാൽ, യേശു അഡ്വക്കേറ്റായിട്ട് ഇരിക്കുന്നത് മനഃപൂർവ്വം ചെയ്ത പാപങ്ങൾ കൈവിടാനല്ല. നിങ്ങൾക്ക് ഞാനിത് എഴുതുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ്. എന്നാൽ അബദ്ധത്തിൽ സംഭവിച്ചു പോയാൽ ഞാൻ ഒരു പെൺകുട്ടിയുടെ കാര്യം കേട്ടിട്ടുണ്ട്. ഇവൾക്കൊരു കറുത്ത പാവാട ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ നല്ല കുഞ്ഞുങ്ങളെ ആയിരിക്കുന്ന കാലത്ത് ഇവൾക്കൊരു കറുത്ത പാവാട ഉണ്ടായിരുന്നു. അന്ന് അവൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, എനിക്ക് പുത്തൻ പാവാട വേണം. 5ഉം 6ഉം വയസ്സുള്ള പിള്ളേരായിരിക്കും, ഒന്ന് കൂട്ടിക്കോ. അപ്പോൾ അമ്മ 2-3 പ്രാവശ്യം പറഞ്ഞു, നിനക്ക് നല്ല പാവാട ഉണ്ടല്ലോ, പിന്നെ എന്തിനാണെന്ന്. അവൾ പയ്യെ ഒരു പിച്ചാത്തി എടുത്ത് ഇതങ്ങ് കീറി. കാര്യം ഇത് കീറിയെങ്കിലേ വേറെ കിട്ടുള്ളല്ലോ. കുഞ്ഞുങ്ങളെ, അതിനല്ലടാ എഴുതിയത്. അതാ 2 വിവരം കെട്ട പിള്ളേർ കാണിച്ച വേലയാ. അതിനല്ല ഇത് എഴുതുന്നത് നീ പാപം ചെയ്യാതിരിക്കാനാ. അബദ്ധം പറ്റിപ്പോയാലോ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, ഒന്നുകൂടെ വായിച്ചോ വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അടുക്കലുണ്ട്. നമുക്ക് പിതാവിന്റെ അടുക്കൽ വലത്തുഭാഗത്താണെന്ന് തിരുവചനം പറയുന്നു. എനിക്ക് വേണ്ടി യേശു ഒരു മധ്യസ്ഥനായി നിൽക്കുക. യേശു എൻ്റെ അഡ്വക്കേറ്റാ. ഭൂമിയിലെ പല അഡ്വക്കേറ്റുമാരും 2 സൈഡിൽ നിന്നും കാശ് വാങ്ങിച്ചുകൊണ്ട് വേണ്ടാത്തത് കാണിക്കും. അത് അവിശ്വസ്തതയുള്ള അഡ്വക്കേറ്റാണ്. യേശു വിശ്വസ്തതയുള്ളവനാകയാൽ
എൻ്റെ അഡ്വക്കേറ്റ് ആകയാൽ സ്തോത്രം. ഇന്ന് പകൽ ഹൃദയത്തിൻ്റെ അകത്തിൻ്റെ അകത്തുനിന്ന് തുറന്നു പറയുവാൻ അഡ്വക്കേറ്റിനോട് യാതൊരു കാര്യവും മറച്ചു വയ്ക്കരുതെന്നാണ് പൊതുവെ കോടതി പോകുന്നവർ പറയാറുള്ളത്. ഇന്ന് പകൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയാനുള്ളത് അഡ്വക്കേറ്റിനോട് പറഞ്ഞാൽ അനുകൂലമായി വാദിക്കുവാൻ, ന്യായങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിവുള്ളവനായ അഡ്വക്കേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തുവശത്തുണ്ട്. യേശു എൻ്റെ അഡ്വക്കേറ്റാ. എൻ്റെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. എന്നോട് നിൽക്കുന്നില്ല, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് വേണ്ടി ദൈവമായി ഇറങ്ങി വരിക. 2, ദൂതന്മാരെ കാവലായി തരും. യേശു എൻ്റെ അഡ്വക്കേറ്റാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി അഭയയാതന കഴിക്കും. 3, ദൈവത്തിൻ്റെ ദൂതനെ എനിക്ക് കാവൽ തരുന്നു. 91 സങ്കീർത്തനം മൊത്തം ഇതാ. 11, 12 വാക്യങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ കാവലായി തരുന്നു. ഇന്നലെ ഞാൻ ഒന്നുകൂടെ തൊട്ടു. ദൂതൻ ചുറ്റും പാളയം ഇറങ്ങുന്ന ദൂതന്മാർ. 34:7 പാളയം ഇറങ്ങുന്ന ദൂതന്മാർ. പാളയം ഇറങ്ങുക എന്ന പദം ഇന്നലെ ഞാൻ വിശദീകരിച്ചു. ഒരു പട്ടാളം പാളയം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആർട്ടിലറി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിനകത്ത് ദൂരവേ ഫയർ ചെയ്യുന്നവരുണ്ട്, അടുത്തുള്ളതിനെ ഫയർ ചെയ്യുന്നവരുണ്ട്, അതിനകത്ത് മെഡിക്കൽ കോറുണ്ട്, അതിനകത്ത് സപ്ലൈ കോറുണ്ട്, അതിനകത്ത് ഒരു പട്ടാളത്തിൻ്റെ സംവിധാനത്തിൽ ആവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളുമായി വന്നിറങ്ങുന്നതിനെയാണ് പാളയമിറങ്ങുക എന്ന് പറയുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പാളയമിറങ്ങിയ ദൈവ സാന്നിധ്യം ഇതിനകത്തുള്ളതിനാൽ നമ്മുടെ ഒരാവശ്യത്തിന് മാത്രമല്ല, കേവലം രോഗശാന്തിക്ക് മാത്രമല്ല, ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് രാത്രി, ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പാളയമിറങ്ങിയിരിക്കുക. അഭിഷേകത്തിൽ കുറവുള്ളവനെ അഭിഷേകത്തിൽ വളർത്തുവാൻ, വിശ്വാസത്തിൽ കുറവുള്ളവനെ വിശ്വാസത്തിൽ വളരുവാൻ, ഉയർത്തുവാൻ ഉള്ളവനെ വിശ്വാസത്തിൽ ഉയർത്തുവാൻ, ജീവിതത്തിന്റെ നടുവിൽ ഇന്ന് പകൽ ഇരിക്കുന്ന ദൈവസഭയെ, പ്രൈസ് ദി ലോർഡ്, പാളയം ഇറങ്ങിയിരിക്കുന്ന ദൂതന്മാരുടെ മധ്യത്തിൽ ഇരിക്കുന്ന ദൈവസഭയെ, പാളയം ഇറങ്ങുന്ന ദൂതന്മാർ. എബ്രായ ലേഖനം 1:14 അവർ സേവകാത്മാക്കളാണ്. ഞാനിത് ഇന്നലെ എടുത്തു. ഇന്ന് അവർ സേവകാത്മാക്കളാണ്. പുറപ്പാട് പുസ്തകം 23:20 ആ ഇറങ്ങുന്ന ദൂതനെ, സേവകാത്മാവായി ഇറങ്ങുന്ന ദൂതനെ നിങ്ങൾ അനുസരിക്കണം, അവനോട് വിഘടിക്കരുത്. ഇതിൻ്റെ ഒരു വിശദീകരണം ഞാൻ നേരത്തെ തൊട്ടു. ഈ ബന്ധത്തിലല്ല തൊട്ടത്, അല്ലാതൊരു ബന്ധത്തിൽ തൊട്ടു. നമുക്ക് ശത്രുവായ ലൂസിഫർ സ്വർഗത്തിൽ അവൻ വർഷിപ്പ് ലീഡറായിരുന്നു. ഈ പുള്ളിക്ക് യുദ്ധത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്കൊന്ന് 2 ദിവസത്തേക്ക് മുമ്പേ ഞാനത് എടുത്തായിരുന്നു. അന്ന് ഞാനത് വിശദീകരിച്ചതാണ്. ഈ പുള്ളിക്ക് യുദ്ധത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എൻ്റെ നിങ്ങളുടെ ഒന്നും കണ്ടുപഠിക്കുന്നേ ഉള്ളൂ. ഇവൻ കുറച്ച് നാൾ നടന്ന് പരിചയിച്ചതേ ഉള്ളൂ. എന്നാൽ ഇവനെന്ന് യുദ്ധം ചെയ്യാൻ വരിക. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈവം ഒരു ദൂതനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിക്കുന്നെങ്കിൽ ആ ഉദ്ദേശത്തിന് ആവശ്യമുള്ള കാര്യം കൂടെ കൊടുത്തിരിക്കും. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലൂസിഫറിനെ പാടി ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവമാക്കിയത്. ഈ പുള്ളിക്കാരൻ്റെ ചിറക് വിടർത്തി മറയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് മ്യൂസിക് വരുമായിരുന്നെന്ന്. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള ചുവടുകളുടെയും കൂടുകളുടെയും ഒരെണ്ണം കൂടുണ്ട്. തടങ്ങൾ പൊന്നുകൊണ്ടുള്ളതായിരുന്നു. എഴുതിയിരിക്കുന്ന ഒറിജിനൽ സ്ക്രിപ്റ്റിൽ ഇത് വായിച്ചാൽ നിന്നെ ഉണ്ടാക്കുമ്പോൾ സ്വർണം കൊണ്ടുള്ള റീഡുള്ള വാദ്യ ഉപകരണങ്ങൾ നിൻ്റെ ചിറകെ ഫിറ്റ് ചെയ്തിരുന്നു. നീ പാട്ടുപാടുമ്പോൾ മനോഹര ശബ്ദം വരും. ഞാൻ പണ്ട് മുതൽ ഇവിടെ പറയാറുണ്ട്, ഞാൻ പാടത്തില്ല. അബദ്ധത്തിന് പണ്ടം കണ്ട് പാടിയിട്ടുണ്ടില്ലെന്നല്ല, നിവൃത്തിയുണ്ടേ പാടത്തില്ല. കാര്യം എൻ്റെ തൊണ്ട ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ പാടാൻ കൊള്ളാവുന്ന തൊണ്ടയല്ല. ഞാൻ പാടിയാൽ സംഗതി ശരിയാകത്തില്ല. പാട്ടിൻ ഗുണം പശുവും ശിശുവും കാണിക്കുമെന്നാണ് ഉറങ്ങിക്കിടക്കുന്ന പിള്ളേർ എഴുന്നേറ്റ് കരയും, കന്നുകാലികൾ കെട്ടുപറിച്ച് ഓടും. അല്ല, അങ്ങനെ മലയാളത്തിൽ പറയുന്നത് പാട്ടിൻ്റെ ഗുണം പശുവും ശിശുവും കാട്ടിടും. ആകെ പശ ഞാൻ പാടത്തില്ല. കാര്യം പാടാനല്ല എൻ്റെ തൊണ്ട ഉണ്ടാക്കിയത്, പക്ഷെ ഞാൻ പ്രസംഗിക്കും. അതിനാണ് എൻ്റെ തൊണ്ട ഉണ്ടാക്കിയത്. പ്രസംഗിക്കാൻ എൻ്റെ തൊണ്ട ഉണ്ടാക്കി. ഇവിടെ പാട്ടുപാടുന്നവർക്കായി സ്തോത്രം. അത് ദൈവം മുൻകണ്ടതാ. ഇതുപോലെ ലൂസിഫറിനെ സൃഷ്ടിക്കുമ്പോൾ വാദ്യ ഉപകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിറകിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വിട്ടത്.
പക്ഷേ മീഖായേലിനെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്യേണ്ടതിന് യുദ്ധ ആയുധങ്ങളുമായിട്ടാണ് വരുന്നത്. യുദ്ധ ആയുധങ്ങൾ ശരീരം മുഴുവനും വഹിക്കുന്ന ലൂസിഫറിൻ്റെ സൈന്യത്തെ എനിക്കും നിങ്ങൾക്കും വേണ്ടി അയച്ചേച്ചു പറഞ്ഞു, ഇവരാണ് നിങ്ങളുടെ സേവകാത്മാക്കൾ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, എൻ്റെ സേവകാത്മാക്കൾ ആരാന്നറിയാമോ? യുദ്ധം ചെയ്യുന്ന ദൂതന്മാർ, യുദ്ധം ചെയ്യുന്ന ദൂതന്മാർ. ഓ ഗോഡ്! ഉദാഹരണത്തിൽ നമ്മൾ എടുത്തത് പുറപ്പാട് പുസ്തകം 23:20. ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ വിടാം. ഓ, എൻ്റെ ഓർമ്മയിൽ നിന്ന് എളുപ്പമൊന്നും മായാത്ത ഒരു അപ്പസ്തോലിക് മെസ്സേജ് ഒരിക്കൽ പാസ്റ്റർ യശ്വന്തകുമാർ ഈ സ്റ്റേജിൽ നിന്ന് എടുത്തു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അദ്ദേഹം ഇവിടെ വന്ന് എടുത്തതാണ് ഒരു അപ്പസ്തോലിക് മെസ്സേജ്. മോശ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ നീക്കമുള്ള മരുഭൂമി ഞങ്ങൾക്ക് പരിചയമില്ല, ഞങ്ങൾക്കവിടെ വഴി കണ്ടുപിടിക്കാൻ അറിയാൻ വയ്യ, അതുകൊണ്ട് അങ്ങൊരു ദൂതനെ ഞങ്ങളുടെ മുമ്പിൽ തരണേ. കർത്താവ് മോശയോട് പറഞ്ഞ്, ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കാം, വഴി കണ്ടുപിടിക്കുന്ന ദൂതൻ. ഒരുപാട് പേർക്ക് വഴി കണ്ടുപിടിക്കാൻ അറിയാൻ വയ്യ, എന്നെ വേണമെന്നറിയാൻ വയ്യ, നട്ടം തിരിയുന്ന ആളുകൾ. ഒരു ദൂതൻ മുൻപിലുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകമാ, ഏതുവഴി പോകണമെന്ന് നിനക്കറിയാൻ വയ്യ, നീ ഇതിനു മുമ്പ് ഇതുവഴി വന്നിട്ടില്ല. ഈ മണലാരുണ്യത്തിൽ കടിക്കുന്ന പാമ്പുകളും കുത്തുന്ന തേളുകളുമുള്ള, അഗ്നിസർപ്പങ്ങളും തേളുകളുമുള്ള ഈ മണലാരുണ്യത്തിൽ ഇത് കടിക്കാതെ പോകുന്നത് ഏത് വഴിയാണെന്നും നിനക്ക് വേണ്ടി ഫ്രീ ആയിരിക്കുന്നത് ഏത് വഴിയാണെന്നും അറിയാൻ വയ്യാതിരിക്കും ദൈവവേദലേ, നിനക്ക് വഴി കാണിക്കാൻ ഞാനൊരു ദൂതനെ മുൻപ് വിടാൻ പോകാണ്. ആ ദൂതന് വഴിയറിയാം. അപൂർവമായി കണ്ടിട്ടുള്ള ചില രംഗങ്ങളാണ്. ഒന്ന്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ സിസ്റ്റർ മേരി കോവൂരിൻ്റെ ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഞങ്ങൾ കൊച്ചമ്മയുടെ എടുക്കുന്ന ഒരു ആലോചന കിട്ടുമെങ്കിൽ അതിനു വേണ്ടി പോയതാ. പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു കൊച്ചൻ അവിടെ വന്നു. അവൻ്റെ കയ്യിലൊരു ഫയലും ഒക്കെ ഉണ്ട്. എന്നാ കാര്യമൊന്നു പോലും ചോദിച്ചില്ല. ഞാൻ ആരാ? അദ്ദേഹം എന്നേക്കാൾ മാന്യനായിട്ടിവിടെ വന്നിരിക്കുക. സിസ്റ്റർ മേരി കോവൂർ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി വെച്ച് അവനോട് പറഞ്ഞു, നിൻ്റെ ഫയൽ തുറക്കുമ്പോൾ ഒന്നാമതിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇന്ന കോളേജിലെ ഇന്ന കോഴ്സിനുള്ള ആപ്ലിക്കേഷനാ, അത് കിട്ടത്തില്ല. രണ്ടാമതിരിക്കുന്ന ആപ്ലിക്കേഷൻ, 3-4 ആപ്ലിക്കേഷൻ ഫോംസും എടുത്തു വെച്ചോണ്ടാണ് വരുന്നത്. രണ്ടാമതിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഇന്ന കോഴ്സിനുള്ളതാണ്, അപ്ലൈ ചെയ്യരുത്, കിട്ടത്തില്ല. മൂന്നാമതിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം അതാണ് പ്രസ് ചെയ്യേണ്ടത്, അതിനാണ് അഡ്മിഷൻ. നാലാമതിരിക്കുന്നതിന് ഇന്ന പെശക്. എനിക്ക് പോകേണ്ട വഴി അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ കരുണയാൽ ഒരു ദൂതനെ ഞാൻ അയക്കുക, അവന് വഴി അറിയാം. സ്തോത്രം. ഈ പകൽ വഴി അറിയാൻ വയ്യാത്ത ചിലതിന് വേണ്ടി വഴി പറഞ്ഞു കൊടുക്കുവാൻ ദൂതന്മാരെ അയക്കുന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുക. ഇതിനിടയ്ക്ക് വ്യക്തമായ ആലോചന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അപ്പോസ്തോലിക് പ്രൊഫറ്റിക്കായിട്ട് ഇപ്പം മാറും. ആലോചന ഉള്ളതൊന്നും മറച്ചു വെക്കരുത്. ഇന്ന് പകൽ അറിയേണ്ടവർ അറിഞ്ഞുകൊണ്ട് വേണം പോകാൻ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു ദൂതനെ അയക്കുക. ദൂതനെ അയച്ചാൽ അടുത്ത പെശക് അവനോട് വിഘടിക്കരുത്. അവനോട് വിഘടിച്ചാൽ അവൻ ക്ഷമിക്കത്തില്ല. ദൈവത്താൽ നിയുക്തനായ ഒരു ദൂതൻ നിന്നോട് ദൂത് പറഞ്ഞാൽ അത് ക്ഷമിക്കത്തില്ല. ഈ ഒരു പീറ്റർ എന്ന് പേരുള്ള ഒരാൾ എൻ്റെ കൂടെ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്നു. ഒരു പീറ്ററെ കണ്ടതിനും കേട്ടതിനും എല്ലാം കൊണ്ട് നേർച്ചയിടും. അവിടെ അടുത്ത് ഒരു പള്ളിയുണ്ട്. ഞാൻ ഇന്നലെയും ഏതോ കാരണത്താൽ പറഞ്ഞ അവിടെ ഒരു ഫാത്തിമ പള്ളിയുണ്ട്. ആ ഫാത്തിമ പള്ളി കൊണ്ട് കണ്ടതിനും കാണാത്തതിനും എല്ലാം നേർച്ചയിടും. ഏറെക്കുറെയൊക്കെ ഇവൻ്റെ കാര്യം നടക്കുകയും ചെയ്യും. ഒരു ദിവസം ഇവന് ചൂത് കളിക്ക് പോയി. അപ്പോൾ ചൂത് കളിക്ക് പോകുമ്പോൾ ഇവനാകെപ്പാടെ ഭയങ്കര പേടിയാണ്. ഉള്ള കാശ് വെച്ചാൽ പോകുമോ കിട്ടുമോ. അപ്പോൾ ഒരാൾ പറഞ്ഞു, എടാ കുറച്ച് നേർച്ച ഇട്ടേച്ചു പറഞ്ഞു അത് മാത്രം ശരിയാകില്ല. ഈ ചൂത് കളിക്ക് നേർച്ച ഇട്ടാൽ തിരിച്ചടിക്കും, കിട്ടത്തില്ല. തെറ്റാണെന്ന് എനിക്ക് അറിയാവുന്ന കാര്യത്തിന് നേർച്ച ഇട്ട കൊണ്ട് ശരിയാകത്തില്ല. മറുവശമുണ്ട്, കുത്തിക്കൊല്ലാൻ പോകുമ്പോൾ, മോഷ്ടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് ചുമയ്ക്കാതിരിക്കാനും ബലം കിട്ടാനും തിരിച്ച് കുത്തു കിട്ടാതിരിക്കാനും നേർച്ചയിട്ട പുള്ളിയുണ്ട്. ഞാൻ പറഞ്ഞാൽ എല്ലാ വശവും ഞാൻ പറയുക, നേർച്ചയിട്ട പുള്ളിയുണ്ട്. എന്നാൽ പീറ്റർ പറഞ്ഞു, അനാവശ്യമായ കാര്യത്തിന് നേർച്ചയിട്ടാൽ തിരിച്ചടിക്കും, അതുകൊണ്ട് ആ നേർച്ച അവിടെ പോകത്തില്ല. അതുകൊണ്ട് കുതിര കളിക്കാൻ പോവുകയാണ്. ചൂത് കളിക്കാൻ പോയി, കിട്ടിയാൽ കിട്ടി. ഞാനൊരു ദൂതനെ അയക്കാൻ പോകാം. പ്രൈസ് ദി ലോർഡ്. അവനോട് വിഘടിക്കരുത്. ഇന്ന് പകൽ വിഘടിക്കാതെ ദൈവദൂതനെ അനുസരിച്ചോളാമെന്ന് ഉറപ്പുള്ള ചിലരിതിന് നടുവിലുണ്ടെങ്കിൽ ദൂതൻ എന്തും പറഞ്ഞെന്ന് വരാം. ഒരു ദൂതനെ പറഞ്ഞയക്കുവാൻ, ചിലതിൻ്റെ മുമ്പിൽ പോകുവാൻ ദൂതന്മാരെ സ്വർഗം നിയമിക്കട്ടെ.
ഈ ഒരു ആശയം ഗൗരവമായി പരിശുദ്ധാത്മാവ് എടുക്കുക, ഗൗരവമായി പരിശുദ്ധാത്മാവ് എടുക്കുക. ഏതുവഴി പോകണമെന്ന് അറിയാൻ വയ്യാത്തതിനാൽ ദൈവത്തിൻ്റെ യുദ്ധവീരന്മാരെ, ദൈവത്തിൻ്റെ സേനയിൽപ്പെട്ടവരെ, സേനാ നായകന്മാരെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂതനെ അയക്കുവാൻ സ്വർഗം ഇന്ന് തയ്യാറാ. നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു വരുവാൻ. ഹല്ലേലൂയ. അവിടെയും ഇവിടെയുമൊക്കെ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോകുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ആരാദ്യം പോകണം? കർത്താവിന് പറഞ്ഞു, യഹൂദ ആദ്യം പോട്ടെ. ആമേൻ, ഹല്ലേലൂയ. എന്താ കർത്താവേ ഈ യഹൂദയെ വിടുന്നത്? അവന് പേരിനൊരു അർത്ഥമുണ്ട്, സ്തുതിയെന്നോ. അവൻ മുമ്പിൽ പോട്ടെ. വേറെ ആര് പോയാലും ഈ യുദ്ധം ജയിക്കത്തില്ല. ജയിക്കുന്നത് ഈ ജനമാ, പക്ഷെ മുന്നേ പോകേണ്ടത് യഹൂദയാ. ഇന്ന് പകൽ ചിലതെല്ലാം സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ. ബഹളം വെക്കണമെന്നും ശബ്ദം വെക്കണമെന്നും അല്ല ഞാൻ പറഞ്ഞത്. മിണ്ടരുത്, ആരും കേൾക്കരുതെന്നും അല്ല ഞാൻ പറഞ്ഞത്. അതെല്ലാം നിങ്ങളും ദൈവവും തമ്മിലുള്ള ഫ്രീഡമാ. അതെല്ലാം നിങ്ങളും ദൈവവും തമ്മിലുള്ള ഫ്രീഡമാ. ഇന്ന് പകല ഫ്രീഡത്തിൽ എന്നാ ശബ്ദം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. പലപ്പോഴും കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ നടുവിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുവാൻ കൺഫെഷന് വേണ്ടി സമയം കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനും കേൾക്കാവുന്ന വോളിയത്തിൽ വേണം. ശബ്ദം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനും കൂടെ കേൾക്കാവുന്ന വോളിയം. മനസ്സിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, അടുത്തിരിക്കുന്ന ആളിലൂടെ കേൾക്കണം. പിന്നെ അതിൻ്റെ മേളിലോട്ട് ശബ്ദം ഉയർത്താൻ ദൈവാത്മാവ് പ്രേരണ തന്നെ ഉയർത്തിക്കണം. എത്രയും ഉയർത്താം, നിങ്ങൾക്കുള്ളിടത്തോളം ശബ്ദം ഉയർത്താം. അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. എൻ്റെ നിഷ്ഠ ഇത്രയേ ഉള്ളൂ, അടുത്തിരിക്കുന്ന ആളും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇത് പുറവെറുക്കാനല്ല, വ്യക്തമായി പറയുക എന്നുള്ളതാണ്. 2, നിങ്ങളും ദൈവവും തമ്മിൽ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്ര നാളായല്ലേ, ഇവിടെ ഇപ്പോൾ എത്രയോ വർഷങ്ങളായി നമ്മൾ കേസ് ബ്രേക്കിന് വന്ന് ഈ നിഗമനങ്ങൾ ഈ നിർദ്ദേശങ്ങളൊന്നും പറയാറില്ല. നിങ്ങൾക്കും ദൈവത്തിനും തമ്മിൽ അടുക്കുവാൻ ഏറ്റവും കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോസ് എടുത്തോണം. അത് ഈ കഴിഞ്ഞ ദിവസം കണ്ടിയാണെന്ന് പറഞ്ഞായിരുന്നു. ചിലർക്ക് കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിച്ചാലാണ് താല്പര്യം കൂടുതൽ, അവർ കൈ കൂപ്പി നിൽക്കണം. ചിലർക്ക് കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം, അവരങ്ങനെ ചെയ്യണം. ചിലർക്ക് മുട്ടേക്കുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്, സ്ഥലമുണ്ട്, അങ്ങനെ ചെയ്യണം. ചിലർക്ക് ചാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെ ചെയ്യണം. നിങ്ങളും ദൈവവും തമ്മിൽ അടുക്കുവാൻ ഏറ്റവും നല്ല പോസ് ഏതെന്ന് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയുന്നു, ആ പോസ് എടുത്തോണം. എൻ്റെ ദൂതൻ മുൻപിൽ ഇറങ്ങാൻ പോവുക, ഇന്നും എന്തോ ഒന്ന് ഇറങ്ങാൻ പോവാ. എൻ്റെ ദൂതൻ നിങ്ങളുടെ പറഞ്ഞു, മൈക്കെടുക്ക്. ഇത് ഒരു പ്രസംഗത്തിൽ ഒതുങ്ങാനല്ല, ഇറ്റ്സ് എ മിനിസ്ട്രി. അത് വെളിപ്പെടാൻ വേണ്ടിയാ. വനേ മൈക്ക് കൊടുത്തേ. എന്നെ മനോഹരമായിട്ടുള്ള ഒരു തോട്ടം കാണിക്കുക. പക്ഷേ അതിന് മുമ്പിൽ ഒരു 5 പ്രതിമ പോലെ നിന്ന് അതിൻ്റെ പുറകിലൊരു ഡോറ് അത് ലോക്ക് ചെയ്തത് പരിശുദ്ധാത്മാവിനെ ആദ്യം കാണിച്ചു. അത് 5ഓളം വരുന്ന പ്രതിമ. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ നടന്ന് ആ ഒരു ദൂത് കയറി അതിനകത്തൊരു വെട്ട് നടന്നപ്പോൾ ആ 5 പ്രതിമയും തരിപ്പണമായി. അതിങ്ങനെ ഹല്ലേലൂയ പൂർണ്ണമായി അത് മണ്ണോട് മണ്ണായി മാറുകയും ആ ലോക്ക് ഓപ്പൺ ചെയ്യുകയും മനോഹരമായ തോട്ടം ഒരു മുന്തിരിത്തോട്ടമായിട്ട് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ശക്തമായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് സഭയെ മാറ്റാൻ പോകുകയാണ്. പ്രതികൂലമായി നിന്ന് പ്രതിസന്ധിയായി നിന്ന് 5 പ്രതിമ പോലെ ഹല്ലേലൂയ അനങ്ങാതെ പ്രവേശനത്തെ തടഞ്ഞതിനെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകലിൽ അത് തരിപ്പണമാക്കിക്കൊണ്ട് ആ ഡോറുകളെ ഓപ്പൺ ചെയ്ത് ഒറ്റ ഡോറുള്ള അതിനകത്ത് പ്രവേശന കവാടത്തെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓപ്പൺ ആക്കുകയാണ്. വിളഞ്ഞു നിൽക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് ഒരു കൂട്ടം ആളുകളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്ന കാഴ്ച. വേണ്ടുവോളം ഇന്ന് പകലിൽ ചിലത് റിലീസ് ചെയ്യുവാൻ ദൈവത്തിന്റെ കരം അനുകൂലമായി വേണ്ടെടുത്തോളം മുറിച്ചെടുക്കുന്ന അനുഭവത്തിലേക്ക് സഭയെ പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ശക്തമായ ആലോചന സഭയോട് കൈമാറുന്നു. അടഞ്ഞുകിടക്കുന്ന ഡോറിന്റെ മുമ്പിൽ ശത്രുക്കൾ കാവൽ നിൽക്കുന്ന ഇടത്ത് ശത്രുശക്തികളെ ഉടച്ചെടുക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരുവാൻ, വിളഞ്ഞുകിടക്കുന്ന വിശാലമായ മുന്തിരിത്തോട്ടത്തെ അടച്ചുകളഞ്ഞ വ്യാപാരമേ, അതിന് കാവൽ നിന്ന് സൂക്ഷിച്ച വ്യാപാരമേ, യേശുവിന്റെ നാമത്തിൽ പൊട്ട്.
പുതുമകളിലേക്ക് സഭ കടക്കുവാൻ, പുതുമകളിലേക്ക് ദൈവസഭ പ്രവേശിക്കുവാൻ ഇന്ന് പകൽ ഇടയാകട്ടെ. ശത്രുവായവൻ അതിൻ്റെ പുറത്തോട്ട് ഇടിച്ചിടാൻ അല്ലെങ്കിൽ പിഴുതിടാൻ ശ്രമിക്കുന്നു. അതിനെതിരെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു ആലോചന അറിയിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവസഭകൾക്ക് വിരോധമായി, ക്രിസ്തീയ ആരാധനകൾക്ക് വിരോധമായി ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് ചില വലിയതിനെ ഇടിച്ചിടുവാൻ, ചില വലിയതിനെ പറിച്ചെറിയുവാൻ, ചില വലിയതിനെ ഉപയോഗിക്കുവാൻ നിൽക്കുന്ന ദുർവ്യാപാരമേ കീഴടങ്ങ്. ദൈവശക്തിയുടെ വെളിപ്പാടുണ്ടാകട്ടെ, ദൈവശക്തിയുടെ വെളിപ്പാടുണ്ടാകട്ടെ. ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കും, അവനോട് നീ വിഘടിക്കരുത്. ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കും. പ്രൈസ് ദി ലോർഡ്. കോടി കോടി ദൂതന്മാരുള്ള എൻ്റെ ദൈവമേ, അയക്കേണ്ട ദൂതനെ വ്യക്തികളുടെ മുമ്പിൽ അയക്കുവാൻ, അയക്കേണ്ട ദൂതനെ സഭയുടെ മുമ്പിൽ അയക്കുവാൻ, സഭകളുടെ മുമ്പിൽ അയക്കുവാൻ ഇന്ന് മൈക്കെടുക്ക് മുന്നോ ഇവിടെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാം. എന്നോട് കുറേ നേരമായിട്ട് ദൈവത്തിൻ്റെ ആത്മ വളരെ ശക്തമായി ഇടപെടുകയാണ്. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ദൈവിക പദ്ധതിയിൽ നിന്നും മാറി നടക്കുന്ന ചിലതിനെ, അന്യായമായ ചില കാര്യങ്ങളിൽ ഇടപെടുന്ന ചിലതിൻ്റെ മുമ്പിൽ വാണിംഗായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിന്നിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഇത് രണ്ടാമത്തെ പോർഷനാ. വിഘടിക്കരുത്, വിഘടിക്കരുത്. ദൂതൻ വന്നത് നിങ്ങളെ വെട്ടാനല്ല, ദൂതൻ വന്നത് വഴി കാണിക്കാനാ, ദൂതൻ വന്നത് വഴി തെളിക്കാനാ. പക്ഷെ ദൂതനോട് വിഘടിച്ചാൽ ഈ വാൾ ഇരുവായ്ത്തലയുള്ള വാളാ, ഇത് ഇരുവായ്ത്തലയുള്ള വാളാ. ഇന്ന് പകൽ ദൈവത്തിന് കീഴടങ്ങുവാൻ സമർപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ ഒരു ദൂതനെ അയക്കും, അവനോട് വിഘടിക്കരുത്, അവൻ ക്ഷമിക്കയില്ല. ഈ ദൂതന്മാർ ലൂസിഫറിന്റെ ദൂതന്മാരല്ല, ഈ ദൂതന്മാർ ഹെബ്രിയേലിന്റെ മീഖായേലിന്റെ ദൂതന്മാരാ. അവർ മീഖായേലിന്റെ ദൂതന്മാരാ. ലൂസിഫറെ, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കൊള്ളുകയില്ല. നിനക്ക് പാട്ടുപാടി വീഴ്ത്താൻ കഴിയും, മ്യൂസിക്കിൽ അകപ്പെടുത്തി ഞങ്ങളുടെ യങ്ങർ ജനറേഷനിൽ ചിലതിനെ നശിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ ഞങ്ങളുടെ മുമ്പിലുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ യുദ്ധവീരന്മാരാ. തവേ യുദ്ധവീരന്മാരെ സഭയുടെ മുമ്പിലേക്കൊന്ന് അയക്കണമേ, ആ യുദ്ധവീരന്മാരെ സഭയുടെ മുമ്പിലേക്കൊന്ന് അയക്കണമേ. എന്ന ഒരു ലാംഗ്വേജിനെ കുറിച്ചും അതിലുള്ള പാട്ടുകളെ കുറിച്ചും ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10 കൊല്ലമായി കാണും അല്ലേ, 10 കൊല്ലമായി കാണും. ഇന്നത്തെ പലരും പുതിയവരായതുകൊണ്ട് ഞാൻ പറയുക, നമ്മൾ ഈ റോഡിൽ പോകുമ്പോൾ വണ്ടികളിൽ നിന്ന് കാറുകളിൽ നിന്ന് കേൾക്കുന്ന ചെറുപ്പക്കാർ വെക്കുന്ന ധം ധമ്മെന്ന് അടിക്കുന്ന വലിയ ശബ്ദമുള്ള മ്യൂസിക് കണ്ടിട്ടുണ്ടോ? എന്നെ നാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഭയങ്കര ശബ്ദം കേൾക്കാം, ധം 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 എന്ന് പറഞ്ഞ് ഭയങ്കര അടി കേൾക്കാം. ബാസ് സൗണ്ട്, എക്സ്ട്രാ ബാസും സൂപ്പർ ബാസും ഒക്കെയുള്ള എക്യുപ്മെൻറ്റ്സ് പുറത്തു വന്നു. ഈ ശബ്ദമെല്ലാം പുറത്തു വരണമെങ്കിൽ അങ്ങനത്തെ ഉപകരണങ്ങൾ കൊണ്ടേ വെക്കത്തില്ല. ഇവിടെ ഇത് വെക്കരുത് വെക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതെല്ലാം ഇമോഷണലി ആളുകളെ ഇളക്കാൻ എന്ന് ഒരു സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ മേളിലുണ്ട്.
ഇതിൻ്റെ പുറകിലൊരു മ്യൂസിക് വരും, ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഒരു നല്ല പാട്ട്, നല്ല ട്യൂണാ, അതിനനുസരിച്ച് കുറഞ്ഞ പക്ഷം ആളുകൾ തലയെങ്കിലും ആട്ടും. ഇതുണ്ടാക്കിയിരിക്കുന്നത് സാത്താന്യ സ്തുതിഗീതങ്ങളാണ്. സാത്താനെ ആരാധിക്കുന്ന സ്തുതിഗീതങ്ങൾ എഴുതി പാടും, അത് റെക്കോർഡ് ചെയ്യും. പണ്ടത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡുകൾ ഉണ്ടായിരുന്ന സമയത്ത് നന്നായി മനസ്സിലാകുമായിരുന്നു. ഇപ്പോഴും ദയവായി പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. ഒരു ടേപ്പ് റെക്കോർഡറിനകത്ത് ആ ടേപ്പിൽ അത് റെക്കോർഡ് ചെയ്യും. ഇടത്തുനിന്ന് വലത്തോട്ട് അത് റെക്കോർഡ് ചെയ്യുക. ടേപ്പ് റെക്കോർഡറിനകത്ത് തന്നെ വട്ടത്തിലിരിക്കും. ആദ്യം മുതൽ അവസാനം വരെ അത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ടേപ്പ് നേരെ തിരിച്ചു വെക്കും. തിരിച്ചു വെച്ചത് പുറകോട്ട് പ്ലേ ചെയ്യും. പുറകോട്ട് പ്ലേ ചെയ്യുമ്പോൾ ഒരു വാക്ക് പോലും ആർക്കും മനസ്സിലാകത്തില്ല. ഒരു വാക്ക് പോലും ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ സാത്താന്യ സ്തുതിഗീതങ്ങളാണ് ഉയരുന്നത്. അതാണ് സപ്ലൈമൽ ലാംഗ്വേജ്. ബാക്ക്വേർഡ് മാസ്കിങ്. ഓക്കെ, ബാക്ക്വേർഡ് മാസ്കിങ് അത് ചെയ്യുന്ന പ്രോസസ് ബാക്ക്വേർഡ് മാസ്കിങ്ങാണ്. ആ ലാംഗ്വേജിനെ സപ്ലൈമൽ ലാംഗ്വേജ് എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് സാത്താന്യ സ്തുതിഗീതങ്ങളാണ്. അതിൻ്റെ മുമ്പിൽ ഒരുത്തൻ തലയാട്ടിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, മിസ്രൈമിൽ വെച്ച് മിസ്രൈമ ദൈവങ്ങളെ ആരാധിച്ചതും, മരുഭൂമിയിലായിരുന്നപ്പോൾ നദിക്കക്കരയുള്ള ദേവന്മാരെ ആരാധിച്ചുവെന്ന് പറയുന്നത് പോലെ ഈ അഴുക്കൻ്റെ മുമ്പിൽ തലയാട്ടി കാണിച്ചാൽ മതി, ഞാൻ നിനക്കുള്ളവനാന്ന് വരുത്തിയാൽ മതി, സാത്താൻ കൂടെ വന്നോളും. എൻ്റെ ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കും, വിഘടിക്കരുത്, അവൻ ചോദ്യം ചെയ്യും. ആരാധനയുടെ പേരിൽ ലൂസിഫറിൻ്റെ ദൂതന്മാർക്ക് ചെയ്യാനൊക്കുന്ന ഒന്നതാ. ആരാധനയുടെ പേരിൽ, മ്യൂസിക്കിൻ്റെ പേരിൽ, ബ്യൂട്ടിഫുൾ മ്യൂസിക്, അതിൻ്റെ പുറകെ ഒരുപാട് പേര് പോകുമ്പോൾ ഈ ആത്മിക ശുശ്രൂഷകൾ നടക്കുന്നതിന് ഇടയ്ക്ക് പോലും വലിയ അർത്ഥമൊന്നുമില്ലാത്ത ഹ ഹ ഹ ഹു 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 മമ്മ മമ്മ ലല്ലല്ല ഒക്കെ പറയുന്ന പുള്ളികളുണ്ട്. എൻ്റെ സമയം കൊന്നത് തന്നെയല്ല, അരുതാത്ത പലതും ആത്മലോകത്തിൽ വലിച്ചിടുകയായിരുന്നു. അർത്ഥമില്ലാത്തതൊന്നും അംഗീകരിക്കാത്തവർക്കായി സ്തോത്രം. അർത്ഥമില്ലാത്തതൊന്നും ഇല്ല. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല, വേറൊരുത്തിന് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ദൂതനോട് വിഘടിക്കരുത്, അവൻ ക്ഷമിക്കത്തില്ല. മറ്റവൻ ആരാധന വീരനാ, അവൻ ആരാധിക്കാൻ അറിയാം. ഞാൻ ഇന്നിനി അങ്ങോട്ട് പോകുന്നില്ല. ചാവുകടൽ ലിഖിതങ്ങളിൻ പ്രകാരം പാട്ടുമുണ്ടാക്കിക്കൊണ്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് ജനത്തെ ആകർഷിച്ച് ദൈവത്തിന് വിരോധമായ പലതും കാട്ടിക്കൂട്ടി അവൻ്റെ ആദ്യ ചരിത്രം ഞാനിവിടെ പലപ്പോഴും വിശദീകരിച്ചതാ. ഇന്നങ്ങോട്ട് വിശദീകരിക്കാൻ പോകുന്നില്ല, നേരമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും ഈ ദൂതൻ ഇറങ്ങിയാൽ, ഈ മുൻപിലേക്ക് ഇറങ്ങുന്ന ദൂതൻ ഇറങ്ങിയാൽ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് അഴിച്ചുവിടും. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് എടുത്തതാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 12:33. അത് കഴിഞ്ഞ ദിവസം ബാക്കി ഭാഗം തൊട്ടെങ്കിലും ഞാൻ തൊട്ടില്ല. ഈ പണ്ട് തൊട്ടതൊക്കെ മാറ്റുക. അപ്പോസ്തല പ്രവൃത്തി 12:33 23 ഹേരോദാവിനെ അടിച്ചു എന്ന് കാണാം. ഹേരോദാവ് അകപ്പടെ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് ഇഷ്ടമായതോടുകൂടെ പത്രോസിനെയും പിടിച്ചു. ഹേരോദാവിനെ വാൾ കൊണ്ട് കൊന്നപ്പോൾ ആരും മിണ്ടം വന്നില്ല. കാര്യം സഭയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലായിരുന്നു. കൊന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സംഗതി സംഭവിച്ചു. അതോടെ സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടെ പത്രോസിനെ പിടിച്ചു. യഹൂദന്മാർക്ക് ഇഷ്ടമായ കാരണത്താൽ പത്രോസിനെയും കൊല്ലുവാൻ വേണ്ടി അറസ്റ്റ് ചെയ്തു, കാരാഗ്രഹത്തിലേക്കിട്ട് പൂട്ടി. അന്നേരത്താണ് സഭ പ്രാർത്ഥിക്കാൻ കൂടുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അശേഷം വിശ്വാസമില്ല, അശേഷം വിശ്വാസമില്ല. സം ഫോർമാലിറ്റിയുടെ പുറത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആഗ്രഹത്തിൻ്റെ പുറത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആഗ്രഹത്തിൻ്റെ പുറത്ത് പ്രാർത്ഥിക്കുന്നതിനും ദൈവം മറുപടി കൊടുക്കും, വിശ്വാസത്തിന് മാത്രമല്ല. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വന്നു, പത്രോസിനെ അഴിച്ചു വിട്ടു. അത് നമ്മൾ ഇന്നലെ എടുത്തു. പട്ടണത്തിലോട്ട് ചെല്ലാൻ പറഞ്ഞു, നിൻ്റെ കയ്യെ ചങ്ങലയില്ല, കയറ് പട്ടണത്തിലോട്ട്. സഭ പട്ടണത്തിലേക്ക് കയറട്ടെ, സഭ പൊതുവിലേക്ക് ഇറങ്ങട്ടെ, കയ്യെ ചങ്ങലയില്ല. അതെല്ലാം ദൂതൻ അയച്ചതാ. എന്നിട്ട് ഈ ദൂതൻ പത്രോസിനെ അഴിച്ചു വിട്ട് അങ്ങ് സ്വർഗത്തിൽ തിരിച്ചു പോയില്ല. പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുക. ഈ ഹേരോദാവിനെ ഇങ്ങനെ വിട്ടാൽ അവൻ ഇനി അടുത്ത പുള്ളിയെ പിടിക്കും. ഈ ദൂതൻ പോകുന്നില്ല, സഭ പ്രാർത്ഥിക്കുകയാണ്, ദൂതൻ അവിടെ നിൽക്കുക. അന്നാണ് ഹേരോദാവിൻ്റെ ബർത്ത്ഡേ വന്നത്. ഇവനൊരു തലതിരിഞ്ഞ ബുദ്ധി അങ്ങുണ്ടായി. എല്ലാവരും കൂടെ എന്നെ ഒന്ന് പ്രശംസിക്കണം. ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേർക്ക് ഈ പെശകുണ്ട്. ഞാനങ്ങ് തുറന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഭാര്യ എന്നോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇന്നാർക്ക് ഇന്നാരോട് എന്താ വിരോധം, എന്തോ അവർ തമ്മിലൊരു സൗന്ദര്യ പക്ഷകൾ, ഇന്നാർക്ക് ഇന്നാരോട് എന്നാ വിശേഷം. ഞാൻ പറഞ്ഞ അങ്ങനെ തൊഴാഞ്ഞതാ. പണ്ട് മോർദെഖായിയുടെ പ്രശ്നം അതായിരുന്നല്ലോ, എന്നെ തൊഴുതില്ല.
അവനെ തൊഴാഞ്ഞതാണ് പെശക്. എന്നെ ഒന്ന് ആരാധിക്കണം, എനിക്കൊന്ന് മിടുക്കനാകണം എന്ന് ലൂസിഫറിന് തുടങ്ങിയ ചിന്ത അത് ഇന്നും തുടരും. എന്നെ ഒന്ന് മാനിക്കണം. ഹേരോദാവിന് ഈ ചിന്ത ഉണ്ടായി. അവൻ ലൂസിഫറിനെയാണ് അംഗീകരിച്ചത്. ഹേരോദാവ് പറഞ്ഞു എന്നെ ഒന്ന് മാനിക്കണം. ആളുകളെല്ലാം കൂടെ അങ്ങേരെ അങ്ങ് പ്രശംസിച്ചു. ഓ, ഇതൊരു ദൈവ ശബ്ദം പോലെ, ദൈവദൂതൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്ന. ഹേരോദാവ് ഇറങ്ങിച്ച് ഒരു പോളിസി പ്രഖ്യാപനം നടത്തിയതാണ്. അവർക്ക് അനുകൂലമായ ഒരു പോളിസി പ്രഖ്യാപനം, തൻ്റെ ജന്മദിനമല്ലേ, അതുകൊണ്ട് ജനത്തിന് അനുകൂലമായ ഒരു പോളിസി പ്രഖ്യാപനം നടത്തുകയും എല്ലാവരും കൂടെ അദ്ദേഹത്തെ പ്രശംസിച്ചു. ഇയാളങ്ങ് കിളന്നുപോയി. ഇന്നലെ ആരുടെയോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ജാക്കി വെച്ച പൊങ്ങുകയില്ല, അതിനപ്പുറത്തെ പുള്ളിന്ന്. ആരുടെ കാര്യമായിരുന്നു? സാം ജോർജിനെ ദൈവം ഉപയോഗിച്ച ഒരു പ്രത്യേക ഭാഗം ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞപ്പോൾ അങ്ങേരില്ലായിരുന്നു. ഞാൻ പറഞ്ഞു സാം ജോർജ് ഇല്ല, അതുകൊണ്ട് പൊങ്ങിപ്പോകത്തില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അല്ലേലും പൊങ്ങത്തൊന്നുമില്ല, കാര്യം ജാക്കി വെച്ചാൽ പൊങ്ങുന്ന പ്രായം കഴിഞ്ഞതാണ് അങ്ങേരുടെ. നമ്മുടെ എല്ലാം പ്രായം കഴിയണം, സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് വരണം, ഒരു ആത്മീക പ്രായത്തിൽ നാം ഉയരണം. അവിടെ വന്നാൽ ഇത് കാണുകയില്ല. ഹേരോദാവ് രാജ്യത്തിൻ്റെ രാജാവാ. ആളുകൾ കണ്ടമാനം പ്രശംസിച്ചു. അയാൾ പറയണ്ടായിരുന്നു കർത്താവേ മഹത്വം. ആരെങ്കിലും എന്നെ എവിടെയെങ്കിലും വെച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് തൊടുകയാണ് എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഇരിക്കാൻ. ആരെങ്കിലും എവിടെ വെച്ചെങ്കിലും എന്നെ പ്രശംസിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയം കൊണ്ട് പറയുന്നത് കർത്താവേ അത് അങ്ങേക്കാ, എനിക്കല്ല, ഞാൻ എന്നതാ, അത് അങ്ങേക്കാ, അത് അങ്ങേക്കാ. ഹേരോദാവ് പ്രശംസ ദൈവത്തിന് കൊടുത്തില്ല. ദൂതൻ വെയിറ്റ് ചെയ്യുക, ഒറ്റ ഞൊട്ടും വെച്ചു കൊടുത്തു. അതെൻ്റെ ഭാഷയാണ്. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാൽ ജനമെല്ലാം കൂടെ പുകഴ്ത്തുമ്പോൾ ഹേരോദാവ് പറയേണ്ടതായിരുന്നു ദൈവകൃപയാ എന്നെ പ്രശംസിക്കാതെ. അവൻ ദൈവത്തെ പ്രശംസിക്കാതെ പ്രശംസ ഏറ്റെടുത്ത കാരണത്താൽ ദൂതനൊരു ഞൊട്ടും വെച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ഇനി നീ ആരെയും അറസ്റ്റ് ചെയ്യത്തില്ല. അവിടെ കൊണ്ട് തീർന്നു. ഒരു ഞൊട്ടിനുള്ളതില്ല ഹേരോദാവ്. നമ്മുടെയൊക്കെ എന്നാ പറയാൻ, ഒരു ഞൊട്ടിനുള്ളതില്ല ഹേരോദാവ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഒരുപാടിടത്ത് ഞാൻ പറയാറുണ്ട്, പലർക്ക് ക്യാൻസർ വന്ന കൂട്ടത്തിൽ എനിക്കും വന്നു. എൻ്റെ കൂടെ ക്യാൻസർ പിടിപെട്ട ഒരുപാട് പേര് പോയി. ഞാൻ ഇന്നും തേണ്ട ഓടി നടക്കുന്നു ദൈവകരുണയാൽ. കാരണം പ്രാർത്ഥിക്കുന്ന ലക്ഷങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ക്യാൻസർ വന്നു എന്നറിഞ്ഞപ്പോൾ ലഡു വാങ്ങിച്ചു കൊടുത്തവരും കാണുമെന്നല്ല ഉണ്ട്. അവനിത് വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയിക്കാനെന്ന് പറഞ്ഞ പുള്ളികളും എന്നെ കേൾക്കുന്നുണ്ടാവും. ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവരെക്കാൾ കൂടുതൽ ദൈവം അംഗീകരിക്കുന്ന ശബ്ദം ആരാധിക്കുന്ന ദൈവവേദലിൻ്റെയാണ്. മറ്റവൻ്റെ ശബ്ദം ദൈവവും കേൾക്കുന്നില്ല, ദേവനും കേൾക്കുന്നില്ല, ചെകുത്താനാണ് കേൾക്കുന്നത്. അതിനാരും വകവെക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ ക്യാൻസർ വന്ന പലരും സൗഖ്യമാകാതെ ഇന്നും സഭയ്ക്കകത്തിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഏട്ടാ ഇത് ഭയങ്കര ശല്യമാണല്ലോ, കർത്താവ് എന്നെ സൗഖ്യമാക്കി, ഇവരെ എന്താ സൗഖ്യമാക്കാത്തത്? ഇവരുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിച്ചാൽ എന്തല്ലേ? ഇത് പ്രോക്സിമിറ്റി ഹീലിംഗ് ആണോ, കൈ വെച്ച് പ്രാർത്ഥിക്കുകയാണോ? നമ്മൾ ആദ്യം മുതൽ തുടങ്ങുന്നത് കൈ വെക്കുന്നവർ സൗഖ്യമാകുമെന്നാണ്. രാവിലെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നെപ്പോലെ ഏറെക്കുറെ എൻ്റെ കൂടെ ക്യാൻസർ വന്നവർ, എനിക്ക് സൗഖ്യമായപ്പോൾ അവർക്ക് സൗഖ്യമാകാഞ്ഞവർ, ഇന്ന് രാവിലെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാവിലെ വന്നിട്ടില്ലാത്തവർ വൈകിട്ട് വരുമെങ്കിൽ ഒരു 10 മിനിറ്റ് ആര് ശുശ്രൂഷിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് കടമെടുത്ത് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കാര്യം സത്യമായിട്ടൊരു രോഗശാന്തി വേണം, ഒരു രോഗശാന്തി വേണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവനാൽ എന്നല്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ദൂതനോട് വിഘടിക്കരുത്. വിഘടിക്കാത്തവർക്കായി സ്തോത്രം. വിഘടനത്തെക്കുറിച്ച് ഞാൻ ഒരു പദം കൂടെ പറഞ്ഞു വെച്ച് എങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ. എൻ്റെ സമയത്തിനകം നിർത്താൻ ഞാൻ പ്രത്യേകം ശ്രമിക്കുകയും ചെയ്യും. ഹേരോദാവിനെ അവൻ അടിച്ചു. എൻ്റെ ഭാഷയിൽ ഞൊട്ടിയെന്ന് ഞാൻ പറഞ്ഞത്, വേദപുസ്തക ഭാഷയിൽ ഹേരോദാവിനെ അവൻ അടിച്ചു. കൃമിക്കിരയായി പ്രാണനെ വിട്ടു. കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഇതിനെക്കുറിച്ച് പലരും പറയാറുണ്ട്, സാധാരണ എല്ലാവരും പ്രാണനെ വിട്ട് കുഴിച്ചിടുമ്പോഴാണ് കൃമി കീറുന്നത്. ഹേരോദാവിന് അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ആദ്യമേ കൃമിക്കിരയായി പുഴുത്ത് താഴെ വീണു. പുഴുത്ത് താഴെ വീണ പലരെക്കുറിച്ച് അറിയാമോ? ആത്മമണ്ഡലത്തിൽ ആത്മീയരെക്കുറിച്ച് എഴുതിയ പലരും പുഴുത്തു തീർന്നു. ഇതൊക്കെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ കൂടുതൽ ആശയങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇടം പറയണ്ടേ?
നിങ്ങളുടെ പാസ്റ്റർ ജോൺസൺ, അപ്പുറത്തെ നിങ്ങളുടെ അല്ല അവരുടെ പാസ്റ്റർ ജോൺസൺ, എൻ്റെ മോന, അവനും അവൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ന്യൂഡൽഹി എയർപോർട്ടിൽ കൂടെ പോകുമ്പോൾ, ന്യൂഡൽഹി എയർപോർട്ടിൽ കൂടെ അവരെവിടെ യാത്ര ചെയ്യുക, ഒരു പുള്ളിക്കാരൻ കണ്ടു. അപ്പുറത്ത് ഒരു കള്ള് ഷാപ്പുണ്ട്. ന്യൂഡൽഹി എയർപോർട്ടിനകത്ത് ഒരു ലിക്കർ ഷോപ്പുണ്ട്. ലിക്കർ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ക്യാമറക്കാരൻ നിന്നു. ഇവർ നടന്നു പോകുമ്പോൾ ഇവരുടെ ഫോട്ടോയും ലിക്കർ ഷോപ്പിൻ്റെ ഫോട്ടോയും കൂടി ഒരുമിച്ച് കിട്ടത്ത പോലെ പിക്ചർ എടുത്തു. എന്നിട്ട് അന്നത്തെ അവൻ്റെ പ്രസിദ്ധ മാസികയ്ക്കകത്ത് അവൻ പ്രസിദ്ധീകരിച്ചു, പാസ്റ്റർക്ക് കള്ള് ഷാപ്പിൽ എന്ത് കാര്യം. 1-2 കോപ്പിയല്ല, 1000കണക്കിന് കോപ്പി അടിച്ചു. പാസ്റ്റർക്ക് കള്ള് ഷാപ്പിൽ എന്ത് കാര്യം. ഇതൊക്കെയാണ് ഈ ആത്മമണ്ഡലത്തിലെ അനാചാരന്മാർ കാണിക്കുന്നത്. എന്ത് കാര്യം? പരസ്യമായി എത്ര കോൾ എനിക്ക് വന്നു. ഇത് ആർട്ടിഫിഷ്യലാണോ, വാട്ട് യു കോൾ, ഫോട്ടോഷോപ്പ് ചെയ്തതാണോ? ഞാൻ അവനെ വിളിച്ചടാ, എന്ത് പറയുന്നു, ഡാഡി ഞങ്ങളത് വഴി പോയിരുന്നു, ഞങ്ങളത് വഴി നടക്കുമ്പോൾ ആരാന്ന് അറിഞ്ഞുകൂടാ. ഒരു കുഞ്ഞ് അവൻ്റെ കുഞ്ഞുങ്ങളല്ല, വേറൊരു സഭയിലുള്ള ഒരാൾ അന്നൊരു ഉപവാസം പ്രഖ്യാപിച്ചു. ഇതിന് ദൈവം ഒരു മറുപടി തന്നിട്ടേ ഇനി ഭക്ഷണം കഴിക്കൂ. 3-ാമത്തെ ദിവസം എഴുതിയവൻ ചത്തുവീണ് കഴിഞ്ഞ പ്രാർത്ഥന നിർത്തിയേ. ഇന്നാദ്യമായി ഇത് പരസ്യമാക്കുന്നത്. 3-ാമത്തെ ദിവസം എഴുതിയവൻ, അവൻ ഓൾറെഡി പുഴുത്തിരിക്കുകയായിരുന്നു. എഴുതിയവൻ ചത്തു വീണ ശേഷമാണ് ആ മോള് ഉപവാസം നിർത്തിയത്. ഹേരോദാവിനിട്ട് ഒന്ന് ഞൊട്ടി. ആദ്യം പുഴുത്തു, പിന്നെ ചത്തു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ദൂതനോട് എതിർക്കരുത്, ദൂതനോട് മത്സരിക്കരുത്, വിഘടിക്കരുത്. അതാണ് രംഗം, വിഘടിക്കരുത്. ദൈവദൂതൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ, അന്നേരത്തെങ്കിലും മാനസാന്തരപ്പെട്ട് തറി വീഴേണ്ടതല്ലായിരുന്നു? അതോ നിന്റെ ഇവനെ അഴിച്ചുവിട്ടെന്ന കംപ്ലൈൻറ്റിൽ അന്ന് കാരാഗ്രഹത്തിന് കാവൽക്കാരായിരുന്ന ആ പട്ടാളക്കാരെ വിസ്തരിച്ച് കൊല്ലാൻ വിധിച്ച ഹേരോദാവേ, നീ കീഴടങ്ങിയില്ലല്ലോ, വിഘടിക്കുകയല്ലായിരുന്നു? എന്നാൽ നിന്നോട് ഇനി ഇതേ ട്രീറ്റ്മെൻ്റ് ഉള്ളു, വേറൊന്നുമില്ല. ഞൊട്ടി താഴെ ഇട്ടു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ചാടിയൊക്കെ നമ്മൾ പോയ ഒത്തിരി രണ്ട് ദൈവത്തിനത്തിന് 2 ഭാഗമുണ്ട്. ദൈവവചനത്തിന് 2 ഭാഗമുണ്ട്. 2 കൊരിന്ത്യർ 10:4 ഞങ്ങളുടെ 2 കൊരിന്ത്യർ 10:4 ഞങ്ങളുടെ ആയുധങ്ങൾ ശക്തിയുള്ളവയാ. യുദ്ധം ചെയ്യുന്ന ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. 10:3 ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. 10:4 കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയേറിയവയാ. ഞാൻ ഇതിൻ്റെ 3-ാം ഭാഗം കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചപ്പോൾ വിശദീകരിച്ചു. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. 4-ാമത്തെ വാക്യം ഞാൻ വിശദീകരിച്ചില്ല. 4-ാമത്തെ വാക്യം പറയുന്നത് അത് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാ. ഓർക്കുന്നു, ആദ്യത്തെ ദിവസം പറഞ്ഞത്, ഞാനിവിടുന്ന് സാത്താനെ ശാസിച്ചാൽ അവൻ പോകുന്നില്ല, ഞാനിവിടുന്ന് കീഴടങ്ങട പിശാച് എന്ന് പറഞ്ഞാൽ അവൻ കീഴടങ്ങുന്നില്ല. കാര്യം അവൻ്റെ ചുറ്റും 1 വലയം, 2 വലയം, 3 വലയം, 4 വലയം, കോട്ടകളും കൊത്തളങ്ങളുമായി അവൻ കാവൽ കാക്കുകയാണ്. ഇവിടുന്ന് ഞാൻ അങ്ങോട്ടയക്കുന്ന ആയുധം പോകാതെ സഭയ്ക്ക് വട്ടം പിശാച് കാവലിട്ടിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് അടിക്കാതെ വേണം അവൻ കാവലിട്ടിരിക്കുക. ഇതിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പൗലോസ് പറയുകയാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന പോരിൻ്റെ ആയുധങ്ങളുണ്ടല്ലോ, ഇവൻ്റെ കോട്ടകളും കിടങ്ങുകളും വിഷയമല്ല. എൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിക്കുവാൻ. എടാ ലൂസിഫറെ, അന്ധകാര ദൂതന്മാരെ, കോട്ടകളെ ഇടിക്കുവാൻ, ആരോഗ്യമുള്ള ആത്മീയ ആയുധം ഉപയോഗിക്കുവാൻ ഒരു കൂട്ടം ആത്മീയരെയോ ദൈവം വളർത്തിയത്. എനിക്കൊരു മനുഷ്യനെ അറിയാം. ഒരു കുടുംബകലഹത്തിൽ ഇടപെട്ട് ഭാര്യയുമായി അനാവശ്യമായ വഴക്കുണ്ടാക്കി. അവൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, കേൾക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. ഭാര്യ കൊണ്ട് കേസ് കൊടുത്തു. നല്ല കാലത്ത് ഇവൻ ജോലി ചെയ്യുന്നതല്ല, ഭാര്യയുടെ ശമ്പളത്തിൽ ജീവിച്ചു പോയവനാ. അവൾ കൊണ്ട് കേസ് കൊടുത്തതോടെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഓർഡറായി. അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയത്തിന് പുള്ളിക്കാരൻ അവിടുന്ന് വിട്ടു. ആകെ അറിയാവുന്ന ജോലി ഡ്രൈവിങ്ങാണ്. ഇപ്പം ട്രക്ക് ഓടിക്കുക, അമേരിക്ക ട്രക്ക് ഓടിക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ട്രക്ക് ഓടിക്കുന്ന പലരുമുണ്ട്. ഈ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും.
പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ചെന്നടാ, ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നു, എന്നെ അറസ്റ്റ് ചെയ്യാനാണോ? ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നു, ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് പോകാനൊരു പേടി. എന്നയുടെ പേടി വരാൻ കാര്യം കുറ്റം പുറകെ കിടപ്പുണ്ട്. ഭാര്യയെ അടിച്ചതിന്, ഭാര്യ കേസ് കൊടുത്തതിന് ഈ സ്റ്റേറ്റിൽ കയറരുതെന്ന് പറഞ്ഞ് പോലീസ് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവനെ സ്റ്റേറ്റ് വിട്ടുപോയി അവിടുന്ന് എത്രയോ മണിക്കൂറുകൾ ദൂരെ, ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് ദൂരെ പോയി അവിടെ താമസിക്കുന്നത്. അവിടെ പോലീസിനെ കണ്ടാൽ ഇവന് പേടിയാണ്. ഒരു പോലീസ് വഴിയിറമ്പ് നിൽക്കുന്ന പാസ്റ്ററെ, അതുവഴി പോകാൻ പ്രയാസം. അതിന് 2-3 ദിവസം മുമ്പ് വിളിച്ചിരുന്നു. അത് പോലീസുണ്ടെന്ന് പറയാനല്ല, വേറൊരാവശ്യത്തിനാണ്. വിളിക്കരുതെന്നെങ്ങനെ ഒരുത്തനോട് പറയുന്നേ? നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രയോജനമില്ല. കാര്യം നീ ചെയ്ത കുറ്റത്തിന് പരിഹാരമായിട്ടില്ല. നിനക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും നേരെയാകില്ല എന്ന് ഞാൻ 7 പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പോഴും പറയും, വിളിക്കുമ്പോൾ എല്ലാം ഞാൻ പറയും, എടാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ടൈം കില്ലിംഗ് ആണ്, ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കാതെ, ഇത് പിടിക്കത്തില്ല. കാര്യം നീ ചെയ്ത കുറ്റം അതിനേക്കാൾ അപ്പുറത്താണ് നീ ചെയ്ത കുറ്റം. ഇതൊരിക്കലും നന്നാകുന്നതല്ല. ഇത് പറഞ്ഞു വെച്ച്, പക്ഷേ പ്രാർത്ഥിക്കാൻ പറയുന്ന ആർക്കും പ്രാർത്ഥിക്കണമെന്നൊരു പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കരുതെന്ന് വിചാരിക്കുന്ന പലതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാര്യം സുനിൽ പാസ്റ്റർ പണ്ടൊരിക്കൽ പറഞ്ഞൊരു പോളിസിയാണ്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ സമാധാനം പറഞ്ഞേക്ക്. അവർക്ക് സമാധാനം വരുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. നിങ്ങൾ സമാധാനം പറഞ്ഞേക്ക്, ശല്യമില്ലല്ലോ, ആളുകൾ വഴക്കിന് വരത്തില്ലല്ലോ. അവിടെ ഒരു സമാധാന പുരുഷൻ ഉണ്ടെങ്കിൽ അവൻ്റെ മേൽ നിങ്ങളുടെ സമാധാനം വസിക്കും. അവിടെയുള്ള പുരുഷന്മാർ സമാധാന പുരുഷന്മാരല്ലെങ്കിൽ നിങ്ങൾക്കിത് പിടിക്കുകയില്ല, ഇത് പിടിക്കുകയില്ല. ആ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഈ ഒരൊറ്റ കണ്ടീഷനിലാണ് മിക്കവാറും ആര് ചോദിച്ചാലും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. ഓക്കെ, എൻ്റെ ആയുധങ്ങൾ ശക്തിയുള്ളതാ. കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളാണ്. ഇനിയും 18-ാം സങ്കീർത്തനം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. കർത്താവേ, പടക്കൂട്ടം വരുന്നത് കണ്ടുകൊണ്ട് ഭയന്നിരിക്കുമെന്നല്ല പറഞ്ഞത്. യഹോവയാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. അതിൻ്റെ 2ാമത്തെ ഭാഗം, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. ആമേൻ. ഈ മതിലൊന്നും എനിക്ക് വിഷയമല്ലടാ. എൻ്റെ ആയുധങ്ങൾ കൊണ്ട് കോട്ട ഇടിയും. കോട്ടകളെ ഇടിക്കുവാൻ പ്രാപ്തമാ. പക്ഷേ ഇടിക്കേണ്ടാത്ത രംഗങ്ങളിൽ ഞാൻ ചാടിക്കടക്കും. ഞാനതിൻ്റെ അകത്ത് കയറി യുദ്ധം ചെയ്യും. പണ്ട് മലയാളത്തിലൊരു പാട്ടുണ്ടായിരുന്നു, ശത്രു സൈന്യത്തിന് നടുവിൽ നിന്ന് ഞാൻ വെല്ലുവിളിക്കും. പക്ഷേ പാട്ടറിയാമോ? ശത്രു സൈന്യത്തിന് നടുവിൽ നിന്ന് ഞാൻ വെല്ലുവിളിക്കും, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ വെല്ലുവിളിക്കും. പാട്ടറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? പാടാനല്ല. ആർക്കെങ്കിലും അത് പാട്ട് അറിയാവുന്നവരുണ്ടോ? ഇല്ല, എനിക്ക് മാത്രം അതിൻ്റെ ഒരു വശം അറിയാമായിരുന്നു, അത് ഞാൻ പറഞ്ഞു വിട്ടു. ശത്രു സൈന്യത്തിന് നടുവിൽ നിന്ന് ഞാൻ വെല്ലുവിളിക്കും, സാത്താനും സൈന്യവും ഓടിപ്പോയിടും, ദൈവത്തിൻ കുഞ്ഞുങ്ങൾ ആനന്ദിച്ചിടും. ഇതൊക്കെയാണ് ആ പാട്ടിൻ്റെ ബാക്കി ലൈനുകൾ. ശത്രു സൈന്യത്തിൻ്റെ നടുവിൽ നിന്ന് വെല്ലുവിളിക്കേണ്ടതിന് ഞാൻ മതിൽ ചാടിക്കടക്കും. നീ ഉണ്ടാക്കിയിരിക്കുന്ന മതിലിന് എന്നെ വലിപ്പമുണ്ടെങ്കിലും ഞാൻ ഇതിനകത്ത് ചാടിക്കടക്കും. 2 പദങ്ങളാണ് ഇവിടെ ഒരുമിച്ച് ചേർക്കേണ്ടത്. ഒന്ന്, മതിലുകളെ ഇടിക്കുവാൻ, കോട്ടകളെ ഇടിക്കുവാൻ പ്രാപ്തിയുള്ളതാണ് എൻ്റെ ആയുധം. 2ാമത്തേത്, ഞാൻ ശത്രു സൈന്യത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, മതിൽ ചാടിക്കടക്കും. ഒരിക്കൽ ആരായിരുന്നു, ഒരു മരിച്ചുപോയ ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു, ഒരു പവർഫുൾ മാൻ. അദ്ദേഹം ഒരിക്കൽ ബാംഗ്ലൂരിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ദാവീദിന് സമയം മിച്ചമുള്ളത് കൊണ്ട് മതിലിൻ്റെ മണ്ടയ്ക്കൂടെ ചാടട്ടെ, എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് പൊളിച്ച് ഞാനകത്ത് കയറും. അദ്ദേഹം പറഞ്ഞ വാചകം അതാ. ഇത് രണ്ടിനും വാക്യമുള്ളതാ. ദാവീദിന് നേരമുള്ളത് കൊണ്ട് അവിടെ നിന്ന് ചാടട്ടെ, എനിക്ക് നേരമില്ല, ഞാനിത് പൊളിച്ചു കയറാൻ പോവാ. അതാരായിരുന്നു? അഗസ്റ്റിൻ ഗോമസ്. എനിക്ക് നേരമില്ല, ഞാൻ പൊളിച്ചു കളയാൻ പോവാ. ഇന്നിതിനകത്തിരിക്കേണ്ടവർ പൊളിക്കേണ്ട മതിലുകൾ പൊളിക്കാനും ചാടിക്കടക്കേണ്ട മതിലുകൾ ചാടിക്കടക്കാനും 2നും വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു മതിലും നിൽക്കത്തില്ല. ഇനിയും ഒരു കാര്യം കൂടി എളുപ്പമെന്ന് പറഞ്ഞോട്ടെ. മതിൽ ഇടിച്ചു കളകയോ പൊളിച്ചു കളകയോ ഇതിനെല്ലാത്തിനും ദൈവത്തിൻ്റെ മെത്തേഡുകളുണ്ട്. എനിക്കിഷ്ടമുള്ള പരുവത്തിന് ഒന്നും ചെയ്യാനൊക്കത്ത കാര്യം ദൈവരാജ്യത്തിൽ തൊട്ടതിന് മുഴുവനും കണക്കാണ്. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകപ്രകാരം ഒക്കെയും തന്നെ ചെയ്യാൻ ഓർത്തോണം, ഇല്ലാതെ ഒന്നും ഒക്കത്തില്ല. ഡു നോട്ട് കോംപ്രമൈസ് ബട്ട് ബ്രേക്ക് ദ ബാരിയർ. ഒരു കോംപ്രമൈസ് ഇല്ലാതെ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ഒരു SMS കൂടെ വായിച്ചു കേൾപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഒത്താൽ വായിക്കാം, നോക്കട്ടെ.
ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ഒന്ന് രണ്ട് മാസമായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായ ഒരു തലത്തിൽ ദൈവം അത് നടത്തിയെടുത്തതാണ്. നമ്മളെല്ലാം കൂടി ഇന്ന് ഈ തിങ്കളാഴ്ച മുതൽ ഇരിക്കുന്നത്. വരാഞ്ഞ ഒത്തിരി പേരുണ്ട്, ദൈവം മാത്രം വിധിക്കട്ടെ. ഉപവാസവും പ്രാർത്ഥനയും പ്രതിഫലമുള്ള ഒന്നാണ്. മത്തായിയുടെ സുവിശേഷം 6:18, മത്തായി 17:21 യേശു പറഞ്ഞു, ഈ ഉപവാസത്താലും പ്രാർത്ഥനയാലും ഈ ജാതി നീങ്ങിപ്പോവും. ദൈവസഭയുടെ നടുക്ക് കയറി അനാവശ്യം കാണിക്കുന്ന അധർമ്മത്തിൻ്റെ ശക്തിയെ ഈ ദൈവസഭയുടെ ഉപവാസത്താലും പ്രാർത്ഥനയാലും ഈ ജാതി നീങ്ങിപ്പോകുമെന്ന് എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. എതിർക്കാൻ നീ ആരാ? ഉപവാസത്താലും പ്രാർത്ഥനയാലും ഈ ജാതികൾ നീങ്ങിപ്പോകും. മർക്കോസിന്റെ സുവിശേഷം 9:29 ഉപവാസത്താലും പ്രാർത്ഥനയാലും ദുരാത്മാക്കൾ കീഴടങ്ങും. ദുരാത്മാക്കൾ. ഇനി സർവായുധവർഗത്തിൻ്റെ കൂട്ടത്തിൽ എഫേസ്യരിൽ പറയാത്ത 2 ആയുധം ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. അത് വെളിപ്പാട് പുസ്തകം 12:11 കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും സാക്ഷിയിൻ വചനം ഹേതുവായും. ഇത് രണ്ടും സർവായുധവർഗങ്ങളുടെ കൂട്ടത്തിൽ എഴുതിയിട്ടില്ല. അങ്ങനത്തെ പലതുമുണ്ട്. അതിലെ ഒന്നാണ് കുഞ്ഞാടിൻ്റെ രക്തം. ഈ രക്തത്തിനായി സ്തോത്രം. 2 സാക്ഷിയിൻ വചനം. ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല, വേറെ എന്നെങ്കിലും വിശദീകരിക്കാൻ ദൈവം അവസരം തരികയാണെങ്കിൽ ഇന്ന് ഓർമ്മിപ്പിച്ച് മാത്രം പോവുക. പുതിയ നിയമത്തിലെ യേശുവിൻ്റെ രക്തം ഒന്ന് പാപമോചനത്തിൻ്റെ രക്തമാണ്. ഒന്ന് പാപമോചനത്തിൻ്റെ രക്തമാണ്. മത്തായിയുടെ സുവിശേഷം 26:28 പാപമോചനത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. പുതിയ നിയമത്തിലെ കുഞ്ഞാടിൻ്റെ രക്തം പാപമോചനത്തിൻ്റെ രക്തമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഈ രക്തത്താൽ അവൻ നമ്മെ നീതീകരിച്ചു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, ഇവിടെ ഞാൻ ഗൗരവമായി ഈ ആഴ്ചയിൽ എങ്ങോ ഒരു ദിവസം എടുത്തു, ഇറ്റ്സ് കോൾഡ് ജസ്റ്റിഫിക്കേഷൻ. ഈ രക്തത്താൽ നാം ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നായിരുന്നു ഇതിൻ്റെ അർത്ഥമെന്ന് ഒന്നെടുത്തതാ. ഇവിടെ ചർച്ചിൻ്റെ അകത്തെ ഒരു ചെറിയ ഭാഗമേ ഓരോ മീറ്റിങ്ങിനും വരാറുള്ളൂ. ഞാൻ ആരുടെയും കുറ്റം പറയുകയല്ല. കാര്യം അവരവരുടെ സമയവും അവരവരുടെ സാഹചര്യങ്ങളും ഒത്തുവരണം. എനിക്കൊത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതൽ എനിക്കും വരാനൊക്കത്തില്ലായിരുന്നു. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, വന്നവർക്കായി സ്തോത്രം. അന്ന് ഞാനൊന്ന് എടുത്തായിരുന്നു, ഐ വാസ് നോട്ട് ജസ്റ്റിഫൈഡ് ടു കം ബിഫോർ ഗോഡ്. നമുക്ക് ഈ ലാൻഡിനെതിരെ പല കേസുണ്ടായിരുന്നു. ഈ കേസുമായി ചില സന്ദർഭങ്ങളിൽ കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞത് യു ആർ നോട്ട് എലിജിബിൾ ടു ആർഗ്യൂ. ലോക്കൽ സ്റ്റാൻഡ്. നിങ്ങൾക്ക് ലോക്കൽ സ്റ്റാൻഡില്ല. ഞാൻ വിശദീകരിക്കാൻ വരികയല്ല, ആ ഭാഗം ഞാൻ ആവർത്തിക്കാനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കിത് എടുക്കാനുള്ള ജസ്റ്റിഫിക്കേഷൻ ഇല്ല. നിങ്ങൾക്ക് ഈ കേസ് കൊടുക്കാൻ റൈറ്റ് ഇല്ല. റൈറ്റ് ഉണ്ട്. കേസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക ഹൈക്കോടതിയിൽ. പക്ഷെ ഒരുത്തൻ വിധിച്ചത് അങ്ങനെ. ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. എനിക്ക് റൈറ്റ് ഇല്ലായിരുന്നു ദൈവത്തോടടുക്കാൻ. മനുഷ്യൻ്റെ 3-ാമത്തെ വീഴ്ചയിൽ പൈശാചിക ചിഹ്നങ്ങൾ ആകപ്പാടെ അണിഞ്ഞുകൊണ്ട് ദൈവത്തിന് വിരോധമായി ഇറങ്ങി നടന്ന കാലം, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായി ഭൂമിയിൽ ദൈവമില്ലാത്തവരായി നടന്ന സമയത്ത് എനിക്ക് ജസ്റ്റിഫിക്കേഷൻ ഇല്ല. പ്രാർത്ഥിക്കാൻ പോലും റൈറ്റില്ല. പ്രാർത്ഥിക്കാൻ പോലും റൈറ്റില്ല. അന്നേരത്താണ് യേശുവിൻ്റെ രക്തം എന്നെ ജസ്റ്റിഫൈ ചെയ്തു. അബ്രഹാമിനോട് എന്നെ ബന്ധപ്പെടുത്തുവാൻ അന്ന് അബ്രഹാമിനെ ദൈവത്തിന് വേണം. അബ്രഹാമിനോട് എന്നെ ബന്ധിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തം എന്നെ, ജാതിയായിരുന്ന എന്നെ അബ്രഹാമിനോട് ബന്ധിപ്പിച്ചു. കാട്ടൊലിവായിരുന്ന എന്നെ അവിടെ നിന്ന് വെട്ടിയെടുത്ത് ഫലപ്രദമായ മരത്തിൻ്റെ വേരിന് പങ്കാളിയാകുവാൻ അബ്രഹാമിനോട് ഒട്ടിച്ചു. ഐ ആം ജസ്റ്റിഫൈഡ്. ഐ ആം ജസ്റ്റിഫൈഡ്. ദൈവം എന്നെ ജസ്റ്റിഫൈ ചെയ്തതിനായി സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ നീതീകരിച്ചു. 2 കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ, ഞാൻ ആദ്യം ഒന്ന് വായിച്ചു വിശദീകരിച്ചോളാം. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് നിരപ്പിപ്പാനും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ 3-ാം വീഴ്ചയോടെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ദൈവത്തോട് എന്നെ ഒന്ന് നിരപ്പിച്ചു.
പിതാവാം ദൈവവും ഞാനും തമ്മിൽ അങ്ങ് അകന്നുപോയിരുന്നു. കാര്യം പിശാച് കൊണ്ടുവരുന്ന തത്വശാസ്ത്രങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചു. അവൻ്റെ പാട്ട് പാടിയത് മുതൽ ഇങ്ങോട്ട് തുടങ്ങും. മനോഹരമായൊരു പാട്ട് അത് പാടിയത് മുതൽ ഇങ്ങോട്ട് തുടങ്ങും. അത് അവൻ്റേതാ. ക്രിസ്തീയ ഗോളത്തിന്, പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് ഒരുപാട് ദോഷം ചെയ്ത ഒരുത്തനെ പെന്തക്കോസ്ത് ലോകം പാസ്റ്റർ എന്നൊക്കെ വിളിക്കും. എൻ്റെ അടുക്കൽ അവൻ്റെ പേര് പറഞ്ഞ് പാസ്റ്റർ എന്ന് പറയുന്നവരുടെ ഞാൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെ കേൾക്കിയത് പറയാതെ, ഇവൻ പാസ്റ്ററും അല്ല, ക്രിസ്ത്യാനി അല്ല, ഇവനെ ഞാൻ മുടക്കിയതാ. ഇവൻ ക്രിസ്ത്യാനി അല്ല, മുടക്കിയതാ. പക്ഷെ ലോകക്കാർ വിളിക്കുന്നത് കൊണ്ട് ഇവരും വിളിക്കും. ഇതുപോലെ അന്യൻ്റെ പാട്ട് മുതൽ ഇങ്ങോട്ട് അന്യൻ്റെ പലതും ഉണ്ടായിട്ട് ദൈവത്താൽ തള്ളപ്പെട്ട വിഭാഗം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾ കന്യരായി ഭൂമിയിൽ ദൈവമില്ലാത്തവരായി നടന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ രക്തം എന്നെ ദൈവത്തോട് നിരപ്പിച്ചു. ആ ശല്യമൊന്ന് മാറ്റി എന്നെ ദൈവത്തോട് നിരപ്പിച്ചു. ക്രിസ്തുവിൻ്റെ രക്തം എന്നെ നീതീകരിച്ചു, അല്ലെങ്കിൽ ന്യായീകരിച്ചു. ജസ്റ്റിഫൈഡ് എന്ന പദമാണ്. എന്നെ ജസ്റ്റിഫൈ ചെയ്തു. എനിക്ക് നിയമപ്രകാരം ദൈവത്തോട് അടുക്കുവാനൊരവസരം തന്നു. സഖരിയ പ്രവചനം 9:11 ആദ്യത്തെ ദിവസം വായിച്ചു തുടങ്ങിയ ആദ്യത്തെ വാക്യമാണ്. സഖരിയ പ്രവചനം 9:11. നിയമത്തിൻ്റെ രക്തം, എനിക്ക് ചുറ്റും കോട്ടയായി വരുന്ന ദൈവിക നിയോഗത്തിൻ്റെ രക്തം. പിശാചിന് കോട്ടയുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം എനിക്കും വേലി കെട്ടി, എനിക്കും കോട്ട തന്നു. ഒന്നാമത്തെ കോട്ട യേശുവിൻ്റെ രക്തത്തിൻ്റെ കോട്ടയാ. നിനക്കോ നിന്റെ നിയമരക്തം ഹേതുവായി. ഈ രക്തത്തെക്കുറിച്ച് പറയുന്നത് നിയമരക്തമാ. ഇതിന് 2 വശമുണ്ട്. ഒന്ന് ദൈവം എന്നോട് ചെയ്ത നിയമം, ഞാൻ ദൈവത്തോട് ചെയ്ത നിയമം. അങ്ങയെ വിട്ട് ഞാൻ നടക്കത്തില്ല, അങ്ങയുടെ പ്രമാണം വിട്ട് ഞാൻ നടക്കത്തില്ല എന്ന് ഞാൻ ദൈവത്തോടെടുത്ത പ്രമാണത്തിൽ നിന്നുമാണ് ഈ രക്തം എനിക്ക് കോട്ടയായത്. ഈ കോട്ട പൊളിക്കരുത്. നിയമത്തിൻ്റെ രക്തം, ആ രക്തത്താൽ എന്നെ നിരപ്പിച്ചു. ഈ നിരപ്പിച്ചതിനെക്കുറിച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. വിവാഹം വേർപെട്ടുപോയ ഒരു കുടുംബം കോടതിയുടെ മുമ്പിൽ വിവാഹമോചനത്തിനായി കേസ് കൊണ്ട് കൊടുത്തു. കോടതി അവരെ ഒരിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചു. കൗൺസിലിങ്ങിന് വിളിച്ച സാഹചര്യത്തിൽ രണ്ടുപേരുടെയും വർത്തമാനമൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ ഒന്നിച്ചു പോകാനൊരു ചാൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലൊരു തിരുവല്ല കോടതിയിൽ ഒരു കേസുണ്ട്. തിരുവല്ല കോടതിയിൽ ഒരവധി കഴിഞ്ഞ്, 2 അവധി കഴിഞ്ഞ്, 3 അവധി കഴിഞ്ഞ്, 4 അവധി കഴിഞ്ഞ്, 10 അവധി കഴിഞ്ഞ്, 15 അവധി കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും 2 പേരോടുണ്ട്. ഒറ്റയ്ക്ക് വരാൻ ഭാര്യയ്ക്ക് പ്രയാസമായതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് വരാതായപ്പം ഭർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 2 ആയാലും ഒന്ന് പിരിഞ്ഞ് കിട്ടണം, അതിനുവേണ്ടി ഭർത്താവ് ചെന്ന് കൊണ്ടുവന്നു. ഒരു ദിവസം പോകുന്ന വഴിക്ക് അവൾ പറഞ്ഞു, ഇപ്പോൾ 2 ആയാലും എത്ര നാളാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? ഒരു പുരുഷൻ ഒരു ഭാര്യയും വേണം, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവും വേണം. നമുക്കങ്ങ് ഒരുമിച്ച് പാർത്താലോ? ഭർത്താവ് പറഞ്ഞ്, ജഡ്ജ് പോയി അയാളുടെ പണി നോക്കും, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. എന്നാൽ പിന്നെ ഇന്ന് തന്നെ അങ്ങ് കോംപ്രമൈസ് ചെയ്യാം. ഒത്തിരി നാളായി വന്നിരിക്കുക, നമ്മുടെ സമയം മുഴുവൻ ഇതിന് കളയുക. എനിക്കിപ്പോൾ തന്നെ വരാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങൾ വന്ന് കൊണ്ടുവരേണ്ട സാഹചര്യമായി. എന്നാൽ പിന്നെ ഒരുമിച്ച് താമസിച്ചുകൂടി. ഇടി അതല്ലേ നിന്നോട് ആദ്യം ഒരു പറഞ്ഞേ. ഇവർ 2 പേരും കൂടെ കോംപ്രമൈസ് പെറ്റീഷൻ എഴുതിക്കൊണ്ട് ജഡ്ജിൻ്റെ അടുക്ക് ചെന്നു. നടന്ന ചരിത്രമോ? കോംപ്രമൈസ് പെറ്റീഷൻ എഴുതിക്കൊണ്ട് ജഡ്ജിൻ്റെ അടുക്ക് ചെന്നപ്പം ജഡ്ജ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇന്നു മുതൽ വിധിച്ചിരിക്കുന്നു. പക്ഷേ വഴക്കുണ്ടാക്കല്ലേ, ഇനി അടിച്ചെന്നും പറഞ്ഞ് വരല്ലേ, ഇനി ചീത്ത പറയല്ലേ. ഞാനിന്ന് നിങ്ങളെ രമ്യതപ്പെടുത്തുകയാണെങ്കിലും നിങ്ങൾ ജീവിച്ച് തെളിയിക്കണം. ഇത് മനസ്സിലാകുന്നുണ്ടോ? എന്നെ ക്രിസ്തുവിനോട് നിരപ്പിച്ചു. ഇറ്റ്സ് എ കോംപ്രമൈസ്. ജീവിച്ച് തെളിയിക്കണം. ഈ രക്തത്തിനൊത്തവണ്ണം ജീവിച്ച് തെളിയിക്കുന്നവർക്കായി സ്തോത്രം. ഈ രക്തത്തിനൊത്തവണ്ണം ജീവിച്ച് തെളിയിക്കുന്നവർക്കായി സ്തോത്രം. ഇനി നിങ്ങളതിൽ വളരണം. പരസ്പര സഹകരണത്താൽ രക്ഷയുടെ വളർച്ചയ്ക്കായി നിങ്ങൾ പ്രവർത്തിക്കണം. അതൊരു പ്രത്യേക പ്രയോഗമാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ വായിച്ചേ പറ്റൂ. ദയവായി വായിച്ചാട്ടെ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഞാൻ ഒന്നരയ്ക്ക് നിർത്തിക്കോളാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതിനകത്തെ പ്രധാന ക്ലോസ് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. രക്ഷ പ്രവൃത്തി കൊണ്ടാണോ? രക്ഷ വിശ്വാസത്താലാ.
അപ്പോൾ ഈ പൗലോസ് മണ്ടത്തരം പറഞ്ഞതാണോ? അതോ പരിശുദ്ധാത്മാവിന് കളിപ്പ് പറ്റിയതാണോ? അല്ല, രക്ഷ കൃപയാല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തേ പറ്റൂ. എനിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ തരാൻ ആ കോളേജ് അധികൃതർ തീരുമാനിച്ചു. എന്നോട് പറഞ്ഞ് 5 പൈസ പോലും തരണ്ട. ഇത് MA വറീസിൻ്റെ കാര്യമല്ല, ഇവിടെ പലരുടെയും കാര്യമാണ്. 5 പൈസ പോലും തരണ്ട, കംപ്ലീറ്റ് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഫോമിലൊന്ന് ഒപ്പുവെച്ചേക്ക്. ഞാൻ തിരിച്ചൊരു ചോദ്യം, എന്തിനു ഒപ്പുവെക്കണം? ഫ്രീ അല്ലേ? എന്തിനാ ഒപ്പുവെക്കണ്ടേ? മോനെ, ആ ഫ്രീ നിനക്ക് കിട്ടണമെങ്കിൽ ഇതിൽ ഒപ്പുവെച്ചേ പറ്റുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഒരു കുടുംബം കലഹിച്ചു, പിരിഞ്ഞു. പിരിഞ്ഞില്ലെന്ന് അവർ ഒരുമിച്ചാണ്. അവിടെ ഭയങ്കര ബഹളമുണ്ടാകുന്ന സമയത്ത് അമ്മായിയപ്പൻ മരുമകളോട് പറഞ്ഞിടി കുഞ്ഞേ, നിൻ്റെ വീട്ടിൽ ഒന്നുമില്ലാഞ്ഞ സാഹചര്യത്തിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണെന്ന് അറിയാമോ? അവൾ തിരിച്ചൊരു വാചകം പറഞ്ഞു, ഞാൻ ഒപ്പിട്ടിട്ടാ വന്നത്, ചുമ്മാ ഒന്നുമല്ലെന്ന്. അമ്മായിയപ്പൻ പറഞ്ഞു, നിൻ്റെ ഒപ്പിട്ടെന്ന്. ഞാൻ ഒപ്പിട്ടിട്ടാ എന്ന് പറഞ്ഞ് രജിസ്റ്റർ മാരേജ് കഴിച്ചെന്ന്. എടാ, നിൻ്റെ ഒന്നുമില്ലായ്മയിൽ, ശൂന്യതയിൽ, നിൻ്റെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് നിന്നെ വേണ്ടാതിരുന്നപ്പോൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന പരുവത്തിന്, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് നിന്നെ വിളിച്ചെൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചത് ഞങ്ങൾക്ക് നിന്നോട് താല്പര്യമുണ്ടായിട്ടാണെന്ന് എന്തേ കുഞ്ഞെ മറന്നത്? അവിടെ മറുപടിയാണ്, ആരുടെയും ഓശാരമൊന്നുമല്ല, ഞാൻ ഒപ്പിട്ടിട്ടാ. അവനെ ഒരു ഒപ്പില്ലാതെ കാര്യം നടക്കത്തില്ല. പക്ഷെ ഒപ്പുകൊണ്ടല്ല നടക്കുന്നത്, കരുണ കൊണ്ടാണ്. പ്രവർത്തിക്കാതെ രക്ഷ വരത്തില്ല. പക്ഷെ ആ പ്രവൃത്തി കൊണ്ടല്ല, കരുണ കൊണ്ടാണ് വരേണ്ടത്. ഒരുമിച്ച് ചേർന്നേ പറ്റൂ. കരുണയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്നേ പറ്റൂ. ഞാൻ ദൂരത്തിരിക്കുമ്പോൾ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പിന്നെയും നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ. ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ, വീണ്ടെടുപ്പിൻ്റെ രക്തം നിങ്ങളെ വിറ്റുകളഞ്ഞ ഇടത്ത് തിരിച്ചു കൊണ്ടുവന്നത് ഈ രക്തമാണ്. നിങ്ങൾ സാക്ഷികളായി മാറണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകും. മത്തായിയുടെ സുവിശേഷം 5:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന വാക്യവുമായി സംഘടിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ന്യായപ്രമാണത്തെയോ കുഞ്ഞതാരയിലും ആദ്യം ഒന്ന് വായിച്ചാട്ട്, സിസ്റ്റർ അതൊന്ന് വായിച്ചാട്ട് പിന്നെ ഞാൻ വിശദീകരിച്ചോളാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. നിൽക്കട്ടെ, ഇത്രയും പറഞ്ഞു തീർക്കാൻ എനിക്ക് ഒത്താൽ വലിയ കാര്യം. ഇത് 10 മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യേശുവിൻ്റെ പറയാനുള്ളത്, ഞാൻ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പ്രവർത്തിക്കണം, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. നമ്മൾ ഇതുവരെയും ചിന്തിച്ചിരുന്ന ആശയങ്ങളിൽ നിന്ന് ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുക. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല. രക്ഷ പ്രവൃത്തിയാലല്ല കൃപയാലാണെന്ന് ബൈബിൾ 100% തുറന്നു പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതും കൃപയാല, നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത് കൃപയാല എന്ന മറുവശത്തോട്ട് പോവുക. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ള വചനവുമായിട്ട് ഇതിനെ എങ്ങനെ ചേർക്കും? നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേരും? പൗലോസ് പറയുകയാണ്, യേശു പറയുകയാണ്, ക്ഷമിക്കണേ, അമിത കൃത്രിപ്പുകാർ പറയുകയാണ്, ന്യായപ്രമാണം പോയി. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി വിളിച്ചുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഓൺലൈൻ ഉണ്ട്, സഹോദരി കേൾക്കുന്നുണ്ട്. ഒരു കോളേജ് പ്രൊഫസറാണ്, തീരെ താണയുള്ള, ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. നല്ല പരിജ്ഞാനമുള്ള ആളുകളാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും. ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരത്തി കോളേജ് ലെക്ചററാണ്, അല്ലെങ്കിൽ കോളേജ് പ്രൊഫസറോ ലെക്ചററോ കോളേജ് ലെക്ചററാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, രക്ഷ സൗജന്യമാണെന്നും ക്രൂശ് കൊണ്ട് ന്യായപ്രമാണം മാറിപ്പോയി എന്നും പ്രസംഗിച്ചു വരുന്നത് ശരിയല്ലേ? ശരിയാ, അങ്ങനെ എഴുതിയിട്ടുണ്ട്.
പിന്നെ എന്തുവാ നമ്മൾ ഈ ന്യായപ്രമാണം കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പഴയ നിയമം വേദപുസ്തകത്തിൻ്റെ ചേർത്ത് കുത്തിക്കെട്ടരുതെന്ന് പോലും പറയുന്നവരുണ്ട്. ഇതെന്തുവാ? ഞാനൊരു മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇനിയും ഞാൻ ഒന്നുകൂടെ പറയാം. അന്ന് ഒക്കുക, അന്ന് ലിങ്ക് ID ഇട്ട് തരാം. അതിന്ന് ഇട്ട് കൊടുക്കണം. ഈ ലിങ്ക് ID എനിക്കും വേണം. യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ന്യായപ്രമാണം നീക്കിക്കളഞ്ഞുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വേദവിപരീതിയാണവൻ. ന്യായപ്രമാണത്തെ ഞാൻ വിശദമായി എടുത്ത് തൊടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതും കൂടെ പറഞ്ഞു തീർക്കാൻ എനിക്ക് കൃപ ലഭിച്ചാൽ ഭാഗ്യം. ന്യായപ്രമാണത്തെ പല ഭാഗങ്ങളായി തിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ ഒന്ന് സാക്രിമെൻ്റൽ കമാൻഡ്മെൻറ്റ്സ്. ഞാൻ അത് കഴിഞ്ഞ ദിവസം തൊട്ടു. 8-ാം നാളിൽ പരിച്ഛേദന ആചരിക്കണം. ലേവി പുരോഹിതൻ തന്നെ ശുശ്രൂഷ നടത്തണം. 1 വയസ്സ് പ്രായമുള്ള ആടിനെയും 3 വയസ്സ് പ്രായമുള്ള ആടിനെയും കാളകളെയും മാറി മാറി യെരുശലേമിലെ ദേവാലയത്തിൽ യാഗം കഴിക്കണം എന്നിങ്ങനെ കൃത്യമായി ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ എഴുതി വെച്ചു. ഇതിനെ സാക്രിമെൻ്റൽ കമാൻഡ്സ് എന്ന് വിളിക്കും. സാക്രിമെൻ്റൽ കമാൻഡ്സ്. യേശുവിൻ്റെ കാൽവറി കൊണ്ട് സാക്രിമെൻ്റൽ കമാൻഡ്സ് മാറി, അതിന് ഇല്ല, അത് തീർന്നു. പക്ഷേ ന്യായപ്രമാണത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ലീഗൽ കമാൻഡ്മെൻറ്റ്സ്. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. ഈ കൽപ്പനകൾ മാറ്റിയിട്ടില്ല. അത് അധിക ശക്തിയിൽ പുതിയ നിയമം പഠിപ്പിച്ചു, അത് മാറിയിട്ടില്ല. യേശു പറഞ്ഞ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ മാറ്റുവാൻ വന്നു നിരൂപിക്കരുത്, ചെയ്തിട്ടില്ല. പകരം അതിനകത്തെ സാക്രിമെൻ്റൽ ആക്ട് എൻ്റെ ക്രൂശ് കൊണ്ട് നിവർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് നിവർത്തിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ നീക്കിക്കളയാൻ വേണ്ടി വന്നതല്ല, നിവർത്തിക്കാൻ വന്നതാ. ഞാൻ കാൽവറിയിൽ നിവർത്തീകരിക്കും. ഇനിയും ഇതോട് ചേർന്ന് ഞാൻ നിവർത്തിപ്പാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകത്തില്ല. ഒഴിഞ്ഞു പോയി എന്ന് പറയുന്നിടത്ത് യേശു പറയുന്നു സകലതും നിർവഹിക്കുന്നത് വരെ, ആകാശവും ഭൂമിയും നീങ്ങിപ്പോകുന്നത് വരെ ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയും പുള്ളിയും മാറത്തില്ല. പിന്നെ എന്നതാ മാറിയത്? സാക്രിമെൻ്റൽ പ്രമാണം മാറി. കാര്യം അത് കാൽവറിയിൽ പൂർത്തിയായി. ഞാൻ അങ്ങോട്ട് കയറി വരാൻ പോവാം. ഇച്ചിരൂടെ ഇതുകൊണ്ട് മനസ്സിലാകത്തില്ല, ഒന്നുകൂടെ വരാൻ പോവാം. ഈ 17-ാമത്തെ വാക്യത്തിൽ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു ഒന്ന് നിരൂപിക്കും, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. ഈ 2 വാക്യങ്ങളുടെ ഇടയ്ക്കോട്ട് ഞാൻ കയറ്റാൻ പോവാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ YLT ട്രാൻസ്ലേഷൻ, എല്ലാ ട്രാൻസ്ലേഷനിലും ഉണ്ട്. പ്രധാനമായിട്ടും YLT ട്രാൻസ്ലേഷനിൽ when therefore Jesus received the vinegar he said it had been finished. കിങ് ജെയിംസ് വെർഷനിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് പറഞ്ഞത്. ഈ പദങ്ങൾ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ബെറ്റർ ട്രാൻസ്ലേഷൻ YLT-യാണ്. YLT-ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഹാഡ് ബീൻ ഫിനിഷ്ഡ്. അതിൻ്റെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? എന്നെ ടെൻസാ, കണ്ടിന്യൂസ് ടെൻസാ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ടെൻസ്. ഞാനൊക്കെ പള്ളിക്കുടിച്ചത് കൊണ്ട് ഒരുപാട് വർഷമായി. എന്നത്തിൻ്റെ കണ്ടിന്യൂസ് ടെൻസ് എന്നാരെങ്കിലും അറിയാവുന്നവരുണ്ട് പറഞ്ഞു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അവൻ ഈയിടെയില്ല കോളേജിൽ നിന്ന് വന്നേ. ഇറ്റ്സ് എ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് നടന്നുകൊണ്ടിരിക്കുക, തീർന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ഫിനിഷിംഗ് പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു വിളിച്ചു പറഞ്ഞു ഇറ്റ്സ് ഫിനിഷ്ഡ്, ഇറ്റ് ഹാഡ് ബീൻ ഫിനിഷ്ഡ്. ഇത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിൽ 4 കൂട്ടം കാര്യങ്ങൾ ദൈവസഭ ആചരിക്കേണ്ടത് ഒഴിച്ചാൽ രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, വിഗ്രഹാർപ്പിതം, ഈ 4 കൂട്ടം കാര്യങ്ങൾ വർജിച്ചിരിക്കണമെന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തണമെന്ന് താല്പര്യപ്പെടുന്നില്ല. നമ്മളത് വിശദമായിട്ടെടുത്തു. തുടർന്നുള്ള അധ്യായങ്ങളിൽ പൗലോസിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നത് 20-ലധികം കാര്യങ്ങളെ എടുത്തു പറഞ്ഞു ഇത് ചെയ്യുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. എന്തുവാ ഇത് തമ്മിലുള്ള അന്തരം? ഇത് മനസ്സിലാക്കാൻ അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 21-ാമത്തെ വാക്യം എല്ലാവരും ഡബിൾ ലൈൻ ഇട്ട് നോട്ട് ചെയ്തു. മോശയുടെ ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ 4 കാര്യങ്ങൾ അനുസരിച്ചാൽ മതി. രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം,
പരസംഗം. ഈ 4 കാര്യങ്ങൾ വർജിച്ചാൽ മതി. എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് സ്നാനപ്പെട്ട് വാ. ന്യായപ്രമാണം ആഴ്ചതോറും, 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 15-21, മോശയുടെ ന്യായപ്രമാണം ശബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവരുണ്ട്, നിങ്ങളത് കേട്ടോണം. ഈ 4 കാര്യങ്ങൾ വിട്ടേച്ച് ഇങ്ങോട്ട് വന്നാൽ മാത്രം തീർന്നില്ല. ചെയ്യേണ്ടത് എന്തൊക്കെയുണ്ടെന്ന് അനേക കാര്യങ്ങൾ നിങ്ങൾ കേട്ടോണം, അത് നിങ്ങൾ പ്രമാണിച്ചോണം. കാൽവറിയിൽ യേശു പറഞ്ഞു, ഇറ്റ്സ് ബീയിങ് ഫുൾഫിൽഡ്. ഞാൻ നിവർത്തിച്ച് കഴിഞ്ഞുവെന്നല്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം തുടർന്ന് ദൈവപ്രമാണം അനുസരിക്കുന്നതിനാൽ ഇത് നിർവഹിച്ചു കൊണ്ടിരിക്കും. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഞാനും നിങ്ങളും ദൈവത്തോട് അനുരൂപരായി ദൈവിക ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് തുടർന്ന് ചെയ്യുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ കാൽവറി എനിക്ക് പ്രയോജനപ്പെടുന്നുള്ളൂ. യേശു മരിച്ചത് ഭൂമിയിലുള്ള സകല മാനവജാതിക്കും വേണ്ടിയാണ്. മനുഷ്യവർഗത്തിന് തന്നെയാണോ യേശു മരിച്ചത്? അല്ല. ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും എന്തുവാ വവ്വാലിനും വേണ്ടിയാണ് യേശു മരിച്ചത്. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഞങ്ങളുടെ നാട്ടിലൊരിക്കൽ ഒരാൾ പറഞ്ഞു, ദൈവം ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് പാപം ചെയ്തൊന്നും കണക്കല്ല, നിങ്ങളെ ഒന്ന് ശിക്ഷിക്കുകയില്ല, മനുഷ്യനെ ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ, മനുഷ്യനെ തന്നെ അല്ലടോ, പട്ടിയെ സൃഷ്ടിച്ച ദൈവമാണ്, പാറ്റായം സൃഷ്ടിച്ച ദൈവമാണ്, അതുകൊണ്ട് അതെല്ലാം സ്വർഗത്തിൽ പോകുന്ന. പട്ടിയെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളി പോവുകയില്ലെന്ന്, എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളി പോവുകയില്ല. സ്വർഗത്തിൽ പോകുന്നതുമുണ്ട്, പോകാത്തതുമുണ്ട്. യേശുവിൻ്റെ കാൽവറി മരണം സകല മാനവജാതിക്കും ഒരുപോലെ ബാധകമാണ്. പക്ഷേ എല്ലാവരും സ്വർഗത്തിൽ കാണത്തില്ലല്ലോ. നരകം വിശാലമായിട്ടിട്ടേക്കുന്ന പിന്നെ എന്തിനാ? ചിലർക്കേ ഇതിൻ്റെ പ്രയോജനമുള്ളൂ. ഞാനതിൻ്റെ പ്രയോജനമെടുക്കാൻ താല്പര്യപ്പെടുക. 5% പ്രയോജനം എടുക്കുന്നവർ കാണും, 10% പ്രയോജനം എടുക്കുന്നവർ കാണും, 15% പ്രയോജനം എടുക്കുന്നവർ കാണും. 100% പ്രയോജനം എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരികയാണ്. എനിക്ക് അതാണ് വേണ്ടത്. It's being completed, being fulfilled. You need to observe many more things. ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും, ജീസസ് ഫിനിഷ്ഡ് ഹിസ് പാർട്ട് ആൻഡ് യു നീഡ് ടു ഒബേ വാട്ട് ഹി കമാൻഡഡ് യു ടു ഒബ്സർവ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. ആ ഉപദേശിച്ച സകല കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം, ഒബ്സർവ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ വിടുതലിൻ്റെ പൂർണ്ണതയിലേക്ക് നാം വരത്തുള്ളൂ. ഒരു വശത്ത് എൻ്റെ ക്യാൻസറിൽ 100% സൗഖ്യമായി, 100%, അതിൽ ഒരു ഡൗട്ടും ഇല്ല, 100% സൗഖ്യമായി. എത്രയോ ടെസ്റ്റ് നടന്നു, എല്ലാത്തിനകത്തും സൗഖ്യമായി. കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. തീർന്നില്ല, ഞാനും നടക്കേണ്ടതുപോലെ ദൈവസന്നിധി നടന്നു. ഞാൻ പറഞ്ഞു, ഓരോ ആണ്ടിലും എൻ്റെ ജനനദിനം വരുമ്പോൾ, ഞാൻ സാധാരണ ഓർക്കാറില്ല, ആരെങ്കിലും ഓർപ്പിക്കും. എൻ്റെ ജനനദിനം വരുമ്പോൾ ഞാൻ തിരിച്ച് എം എ വർഗീസിനോട് ചോദിക്കട്ടെ, എം എ വർഗീസേ, ഈ ആണ്ടിൽ 1 ചാക്ക് അരിയുടെ ചോറ് തിന്ന് കാണുകയല്ലേ, 2 കാളയുടെ ഇറച്ചി തിന്ന് കാണുകയല്ലേ, എത്ര ആയിരം മുട്ട തിന്നടാ, ഇങ്ങനെ തിന്നാനാണോ നീ കഴിഞ്ഞ ഒരാണ്ട് ജീവിച്ചേ? ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെട്ടോ? എന്തോ ചെയ്തു? എനിക്കൊരാൾ ഒരു വാച്ച് വാങ്ങിച്ചു തന്നൊരു കറുത്ത നിറമുള്ള വാച്ചാണ്. അത് കെട്ടിക്കൊണ്ടേ കിടക്കാവെന്നും പറഞ്ഞ് എന്നെ ഒത്തിരി നിഷ്കർഷിച്ച് അദ്ദേഹത്തിൻ്റെ ചിലവിൽ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്ന വാച്ചാണ്. കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങി നിയമം പറഞ്ഞു തരും. അതിനാ ചൊവ്വേ ഉറങ്ങിക്കണമെന്ന് പറഞ്ഞു. ഇത്ര സമയം നടക്കണം, എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് കാണിക്കുക എല്ലാവർക്കും അറിയാം. എനിക്കേ ഉള്ളൂ കണ്ടുപിടിക്കാൻ പ്രയാസം, എല്ലാവർക്കും അറിയാം. ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ്, കഴിഞ്ഞ രാത്രി ഈ അടുത്ത കാലത്തുള്ളതിനേക്കാൾ എല്ലാം കൂടുതലാണ് ഉറങ്ങി. ഏറ്റവും കൂടുതൽ ഉറങ്ങിയതിനകത്ത് എനിക്ക് പ്രശംസയുണ്ട്. അന്ന് ഏതാണ്ട് 8 മണിക്കൂർ ഉറങ്ങി. മറ്റേ ഒന്നും നടക്കാറില്ല, പലപ്പോഴും 2 മണിക്കൂറും ഒക്കെയാണ്. പക്ഷെ തിരിച്ച് ഞാൻ അന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്നാ വെളിപ്പാട് കണ്ടിടാ? ഈ ഉറക്കത്തിനിടയ്ക്ക് എന്നെ വെളിപ്പാട് കാണാൻ. മിക്ക രാത്രികളിലും പരിശുദ്ധാത്മാവിനെ ഉണർത്തി പല വെളിപ്പാടുകളും ദർശനങ്ങളും ലഭിക്കും. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മാന്യമായിട്ട് പ്രസംഗിക്കുന്നത്. നീ 8 മണിക്കൂർ ഉറങ്ങിയിട്ട് എന്നെ വെളിപ്പാട് കണ്ടിടാ? I have commanded certain things to be observed. What did you observe? ചില കാര്യങ്ങൾ നിങ്ങൾ പ്രമാണിപ്പാൻ ഞാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ ചെയ്തു? അതും കൂടെ നിങ്ങൾ ചെയ്തേ മതിയാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ ക്രൂശിൻ്റെ സാധ്യത പൂർണ്ണമായി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പ്രത്യേക ചില മെത്തേഡുകൾ ആയുധങ്ങൾക്ക് ഉപയോഗിക്കാം.
ഞാനിവിടെ നിർത്താൻ വേണ്ടിയാണ്. അടുത്ത 8-10 മിനിറ്റ് കൊണ്ട് നിർത്തണം. ചില പ്രത്യേക മെത്തേഡുകൾ, പ്രത്യേക ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഉപവാസം. അതുകൊണ്ടാണ് ഈ ജാതി നീങ്ങിപ്പോകേണ്ടത്. ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേക മെത്തേഡുകളുമുണ്ട്. 2-3 പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞു. ഇന്ന് ഒടുവിലത്തെ 10 മിനിറ്റ് കഴിയുമെങ്കിൽ കുറഞ്ഞാൽ 5 മിനിറ്റ് എങ്കിലും ആരാധിക്കാൻ വേണ്ടി ഒരു അവസരം തരും. പാസ്റ്റർ ഒന്ന് തയ്യാറായിക്കോണേ. ആ സമയത്ത് നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു. ചിലർ കൈയെടുത്ത് ഉറക്ക വീശും. അടുത്തവനെ കൊള്ളരുത്, കൊള്ളാതെ രക്ഷപ്പെടണം. ഞാൻ ഒത്തിരി പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്തെ കേഴ്സ് ബ്രേക്കിങ്ങിൽ ഒരു ദിവസം ഐ ബ്രേക്ക് ദ കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് കൈ വീശി. അങ്ങനെ എന്തുകൊണ്ട് വീശിയെന്ന് എനിക്കറിഞ്ഞുകൂടെ. ഇംഗ്ലീഷിൽ പറഞ്ഞ എന്തിനാണെന്നും എനിക്കറിയത്തില്ല. സാധാരണ ഞാൻ മലയാളത്തിലാണ് പ്രസംഗിക്കാറുള്ളത്, മലയാളമാണ് ഉപയോഗിക്കുന്നത്. ഐ ബ്രേക്ക് ദ കേഴ്സ് എന്ന് പറഞ്ഞ് ഞാനൊന്ന് കൈ വീശി. കൈ വീശുകയും ഇടി വെട്ടുന്ന ശബ്ദം കേട്ടു. ഞാനത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ ഓർത്ത് എൻ്റെ കൈ ഏതോ മൈക്കേ കൊണ്ട് താഴെ വീഴുന്ന ശബ്ദമാണ് ഈ കേട്ടതെന്ന്. അവിടെയെങ്കിലും മൈക്കേലും കൊണ്ടില്ല, താഴെ വീണില്ല. പക്ഷെ സത്യമായിട്ടൊരു ഇടി വെട്ടുകായിരുന്നു. ആ ഇടിവെട്ടിന് ഈ ആക്ഷൻ വേണമായിരുന്നു. അതോടെയാണ് പൊട്ടേണ്ട ചില കോട്ടകൾ പൊട്ടിയത്. അതോടെയാണ് പലതും പൊട്ടിയത്. ചിലതിനെ പൊട്ടിക്കുവാൻ എൻ്റെ കൈ വീശണം, ചിലതിനെ പൊട്ടിക്കുവാൻ എൻ്റെ കാല് ചവിട്ടണം, ചിലതിനെ ഇടിച്ചിളക്കാൻ എൻ്റെ കൈ കൊണ്ട് ഇടിക്കണം. എൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഈ ജഡീക ആയുധങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. ഈ ജഡീക ഉപകരണങ്ങളുടെ അകത്ത് നടക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുക. അശുദ്ധമായതെന്ന് ദൈവം അംഗീകരിക്കത്തില്ല. ഇതങ്ങ് അശുദ്ധമാക്കിയാൽ അതിൽ നിന്ന് പിന്നെ ദൈവം അംഗീകരിക്കത്തില്ല. നമ്മൾ ചുമ്മാ ഇടിച്ചു പോകേ ഉള്ളൂ. ഇവിടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു പണ്ടൊരിക്കൽ. ഇവിടെ ഒരു ഭൂതം വിളയ്ക്കും വന്ന ഭൂതം ബാധിച്ച ആളിനെ ചവിട്ടിക്കളഞ്ഞു. സത്യം ചവിട്ടി. ഇവിടുത്തെ സഹോദരിമാരെല്ലാം കൂടെ പിടിച്ചു മാറ്റിയത് എന്നെ എന്ന് പറഞ്ഞ് പാമ്പുകളെയും തേളുകളെയും ചവിട്ടണമെന്ന് എഴുതിയിരിക്കുന്നതെന്ന്. താഴെ കിടന്നയാളിന് ബോധമില്ലാതെ കിടന്ന് നന്നായി അല്ലേ കാലെ പിടിച്ച് പോക്കിയാനെ. ദൈവവചനം വായിച്ചാൽ മനസ്സിലാകേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ നെവർ ബി കറപ്റ്റഡ്, നെവർ ബി കറപ്റ്റഡ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അത് ഉപയോഗിക്കാൻ പ്രത്യേക മെത്തേഡുകളുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഞാൻ പറഞ്ഞു. കുഞ്ഞാടിൻ്റെ രക്തവും സാക്ഷിയുടെ വചനവും ഞാൻ എടുത്തു പറഞ്ഞു. പാപമോചനവും രക്തത്താലുള്ള ശുദ്ധീകരണവും ഞാൻ എടുത്തു പറഞ്ഞു. ഇനി നിയമരക്തം നമ്മെ ദൈവത്തോട് അടുപ്പിച്ചതും തുടർന്നുള്ള പ്രായോഗിക ജീവിതത്തിൽ നാം അതിനെ കൊണ്ടുവരേണ്ടതും ഞാൻ എടുത്തു പറഞ്ഞു. ഒരൊറ്റ കാര്യം കൂടെ. ഇന്ന് രാവിലെ വന്നൊരു മെസ്സേജ് കൂടെ ഒന്ന് വായിച്ചേച്ചാട്ട്. ഡോക്ടർ കരുൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, കരുൺ MG. ഇത് മെഡിക്കൽ ഡോക്ടർ, കുണ്ടറയുള്ള ഒരു മെഡിക്കൽ ഡോക്ടറാണ്. കഴിഞ്ഞ പ്രാവശ്യം കുണ്ടറ നടക്കുന്ന കൺവെൻഷനിൽ ചർച്ച് ഓഫ് ഗോഡിന് വേണ്ടി എന്നെ അദ്ദേഹമാണ് വിളിച്ചത്. ഞാൻ അദ്ദേഹത്തോടൊപ്പം കുറേ സമയം ചിലവഴിച്ചു. കുണ്ടറ നടന്ന ആ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനിൽ ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ വേർപാട് സഹിതമാണ് ഓൾട്ടർ കോൾ കൊടുത്തത്. ഏതാണ്ട് 25-30 പേർ സമർപ്പിച്ചു. സാധാരണഗതിയിൽ കൺവെൻഷൻ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോഴൊക്കെ സാൽവേഷൻ മെസ്സേജാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവൻ ഇവൻ സ്വീകരിച്ചേച്ച് തിരിച്ച് വീട്ടിൽ പോകുകയെ പതിവുള്ളൂ, ആരും നന്നാകാറില്ല. ഇതെനിക്ക് ഏറെക്കുറെ മനസ്സിലായതുകൊണ്ട് ഞാൻ രക്ഷാസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വേർപെട്ട വിശുദ്ധ ജീവിതം ഇവ ഒരുമിച്ചൊരു ഓൾട്ടർ കോൾ കൊടുത്ത് 10-25 പേര് മുന്നോട്ട് വന്നു. പിറ്റേ ദിവസം എന്നെ അദ്ദേഹം എയർപോർട്ടിൽ കൊണ്ടുവിടുമ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ച് കേൾക്കാറില്ല. പറഞ്ഞ് നിങ്ങളുടെ ചർച്ചിൻ്റെ പാസ്റ്റർ പ്രസംഗിക്കും, എനിക്കറിയാം, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇന്ന് രാവിലെ എനിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനതൊന്ന് പരസ്യമായി വായിക്കുക. ഗ്ലോറി ടു ഗോഡ്. ടൈം 9:56 വന്നു. ഓൺ 12th July 2024 എൻ്റെ കൈ കിട്ടി. ഗ്ലോറി ടു ഗോഡ്. പാസ്റ്റർ അങ്കിൾ, ദിസ് ഈസ് ഡോക്ടർ കരുൺ ഫ്രം കുണ്ടറ, കൊല്ലം, spiritual son of Pastor Tinu George. Hope that Pastor Uncle remembering me the day you ministered in Kundara Church of God convention. Few things happened in my personal life. I am messaging to you, express those things as a testimony. When we traveled from Kundara to Trivandrum airport, Pastor Uncle told me about the many sides of holiness in our lives. Uncle, by receiving those teachings, the Holy Spirit compelled me to
take a ministry on basis of the holiness that you explained. ഞാൻ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയാക്കി വെക്കേണ്ടതിന് വര, കുറി, കിഴുത്ത മുതലായ സകലതിനെയും തൊട്ടു. ദൈവത്തിന് ഹിതകരമല്ലാത്തതും വെച്ചുകൊണ്ട് നീ എന്ത് മിനിസ്റ്റർ ചെയ്താലും നോബഡി അപ്രൂവ് ഇറ്റ്. ഇതെല്ലാം പറഞ്ഞു. Holy Spirit compelled me to take a ministry on the basis of the holiness what you said. By God's grace, it's really wonderful. That what I am taking these teachings in churches now, youth meetings, demons are manifesting, healings are happening, commitments are much more. Heavy outpouring of the presence of God coming down. I am seeing all these ministrations as and miracles for the first time in my ministry after having practiced the level of holiness you explained. ഇത് കിട്ടുന്നവർക്കായി സ്തോത്രം. മോനെ, അല്ലാത്തിടത്തും അത്ഭുതം നടക്കും. പലരും ദൈവസന്നിധിയിൽ വന്ന് നിന്നേച്ചു പറയും, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. ഇല്ലെന്ന് യേശു പറഞ്ഞില്ല. ഒറ്റ കാര്യം, പോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ജീവിതത്തിൽ വിശുദ്ധീകരണത്തോടുകൂടെ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ളതാക്കി കൊടുത്ത് നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കാം. വീരന്മാരായ ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ശരീരങ്ങളെ പൂർണ്ണ വിശുദ്ധിയിൽ ഏൽപ്പിക്കുക, അല്ല പൂർണ്ണതയിൽ ഏൽപ്പിക്കുക എന്നൊരാശയം കൂടെ പറയാം. വാക്യം വായിക്കുന്നില്ല, ആരോഗ്യം തികയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ബലത്തോടും കൂടെ ആയിരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണ ബലം, മനസ്സിൻ്റെ പൂർണ്ണത, കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ദൈവസന്നിധിയിൽ കൊടുക്കണം. സ്പിരിച്വൽ എംഫസൈസ് വീക്കിൻ്റെ ലാസ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. വെള്ളിയാഴ്ച രാവിലത്തെ സെക്ഷനായി. ഇനി എത്ര സെക്ഷൻ എനിക്കുണ്ടെന്ന് അറിയാൻ വയ്യ. എഴുന്നേറ്റ് നിന്ന് ചില മിനിറ്റുകളൊന്ന് ആരാധിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ഫുൾ ബോഡി ദൈവത്തിന് വിട്ടുകൊടുക്കാം. നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത പലതും നടന്നു വരും. ഞാൻ പറഞ്ഞല്ലോ, ചവിട്ടേണ്ടവൻ ചവിട്ടും, വീശേണ്ടവൻ വീശും, ഇടിക്കേണ്ടവൻ ഇടിക്കും, അടുത്തിരിക്കുന്നവന് ദോഷം ചെയ്യരുത്. നമുക്ക് വിശാലമായ സ്ഥലമുണ്ട്. കർത്താവ് നമ്മെ നയിക്കുന്നത് പോലെ ആകാം. ഫുൾ ബോഡി എക്സസൈസ് ഞാനിതിന് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊരിക്കൽ പറഞ്ഞ് നമ്മൾ ചെയ്തതാണ്. ഫുൾ ബോഡി എക്സസൈസ്. എൻ്റെ ശരീരം മൊത്തം കർത്താവിന് വേണ്ടി ആത്മയുദ്ധം ചെയ്യാൻ ഇട്ടുകൊടുക്കുക. ഇന്ന് പകൽക്കാലം അതുപോലൊരു താല്പര്യത്തോടെ ആത്മയുദ്ധത്തിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവിൻ്റെ ദാസൻ്റെ ഒരു കൊള്ളാവുന്ന പാട്ടുപാടി ആരാധിക്കും. പണ്ടൊരിക്കൽ അദ്ദേഹം ചെയ്യും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുക, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ആരോ ഒരാൾ പറഞ്ഞു, ജ്ഞാനവും പരിജ്ഞാനവും രണ്ടും രണ്ടാണ്. ജ്ഞാനം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലിയ പാട്ടുപുസ്തകത്തിനകത്ത് 500-600 പാട്ടുണ്ട്, അത് മുഴുവനും അറിയാമെന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അത് ജ്ഞാനമാണ്. പക്ഷെ അത് പരിജ്ഞാനമല്ല. ഇതിനകത്ത് ഏത് സാഹചര്യത്തിൽ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് അറിയാവുന്നതിനെയാണ് പരിജ്ഞാനമെന്ന് വിളിക്കുന്നത്. ഈ വലിയ പാട്ടുപുസ്തകത്തിനകത്തുനിന്ന്, ഒരു മിനിറ്റ്, ഈ വലിയ പാട്ടുപുസ്തകത്തിനകത്തുനിന്ന് ഏത് പാട്ട് ഏത് സാഹചര്യത്തിന് പാടണമെന്ന് അറിയാവുന്നതാണ് പരിജ്ഞാനം. ഇന്ന് പകൽ പരിജ്ഞാനത്തോടെ ഒന്ന് ആരാധിക്കുമ്പോൾ, പാടത്തെ അദ്ദേഹം പാടിക്കോളും. നമുക്കൊന്ന് ആരാധിക്കാൻ പോകുകയാണ്. എല്ലാവരും ചാടണമെന്നല്ല ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ ചാടാതെ നിൽക്കരുത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ ചെയ്യാതെ വിടരുത്. ഇന്ന് രോഗികൾ സൗഖ്യമാകും, രോഗികൾ സൗഖ്യമാകും, രോഗികൾ സൗഖ്യമാകും. എൻ്റെ ആഗ്രഹത്തിലുണ്ടായിരുന്നത് വിശ്വസിക്കുന്ന ചിലരെ വിളിച്ച് അതുപോലെ രോഗികളായവർക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എൻ്റെ അഭിപ്രായത്തിലുണ്ടായിരുന്നത്. എത്രയും നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെയ്താൽ സന്തോഷം. പാസ്റ്റർ ദൈവാത്മാവ് ഏൽപ്പിച്ച കാര്യം പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു ഇരുമ്പിൻ്റെ ഒരു ടൈം പീസ്, അത് വളരെ മനോഹരമാകുന്ന, വളരെ ബലമുള്ള ഒരു ഇരുമ്പിൻ്റെ ടൈം പീസ്. എന്നാൽ അതിൻ്റെ പുറത്തിങ്ങനെ ചുറ്റിയിരിക്കുന്ന ഒരു സർപ്പം ദൈവാത്മാവിനെ കാണിക്കുകയാണ്. അത് ആരോടൊക്കെയുള്ള വ്യക്തിപരമായ ഒരു ആലോചനയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, വാഗ്ദത്തങ്ങൾ പലതും നടക്കേണ്ട സമയങ്ങളിൽ നടക്കാതെ അതിനെ ഡിലേ വരുത്തിയിരിക്കുന്ന ഈ സർപ്പശക്തിയെ ദൈവം ഇന്ന് അതിനെ തീക്കകത്ത് അത് കത്തുന്നൊരു വെളിപ്പാട് ദൈവനെ കാണിക്കുകയാണ്. അതുപോലെ മൈസൂറുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പൈശാചിക ശക്തിയെ ദൈവം ഇന്ന് പകൽ വെട്ടുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു.
ഇന്ന് രോഗികളായി ഇതിനകത്തിരിക്കുന്നവർ എല്ലാവരും വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ ക്യാൻസറായവർ, അല്ലെങ്കിൽ അതിനുശേഷം ക്യാൻസറായവർ, സർജറികളും കീമോതെറപ്പിയും റേഡിയേഷൻസും പലതും മാറി മാറി എടുത്തിട്ടും സൗഖ്യമാകാത്തവർ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റാട്ട്. വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റാട്ട്. എനിക്കറിയാം 2-3 പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റാട്ട്. വന്നിട്ടില്ല. ആ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യാവുന്നതല്ല എന്നും രോഗികളായി പോവുക എന്നുള്ളത്. 2 കർത്താവിനുദാസന്മാർ, കിഷോർ വാ, സന്തോഷം വാ, ഒന്ന് തലയിലോട്ട് കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ചില വിടുതലുകൾ കൊടുക്കട്ടെ. ആരെങ്കിലും സഹോദരിമാർ ഒരാൾ പുറകിലോട്ട് നിൽക്കുക. ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. ഇന്ന് തന്നെ ഒരു വിടുതലുമായി വേണം മടങ്ങാൻ. വന്നിട്ടില്ലാത്തവർ വൈകിട്ട് വരാൻ അവർക്കൊരു മെസ്സേജ് കൊടുത്താട്ടെ. യേശുവേ, യേശുവേ, ഞങ്ങൾ അങ്ങയുടെ വചനം വിളിച്ചു പറഞ്ഞു. ഇന്നതിൻ്റെ പ്രായോഗിക നടക്കുവാൻ, അതൊന്ന് പ്രായോഗികമാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൈവെക്കുകയാ. ഉറക്കെ പ്രാർത്ഥിച്ചേ. നിങ്ങൾ തന്നെ ഉറക്കെ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങോട്ട് വരുത്തില്ല. താങ്ക് യു സിസ്റ്റർ. പോയിരുന്നാട്ട്. ജോയ് ബ്രദറും കൂടെ ഒന്ന് എഴുന്നേറ്റ് ഇവരുടെ അവിടെ. നിങ്ങൾ പോകരുത്, മുന്നോട്ട് വാ. ഇന്ന് കർത്താവ് വേണ്ടി ചെയ്യാൻ പോവാ. നമ്മളിവിടെ എന്നും തമാശ കാണിക്കാനല്ല വരുന്നത്. നമ്മളിവിടെ വരുന്നത് ചിലത് പ്രായോഗികമാക്കാനാണ്. ജോയ് ബ്രദറുടെ മുന്നോട്ട് വാ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഗൗരവമേറിയ രോഗശാന്തി ആവശ്യമുള്ളവർ, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, നരമ്പിൻ്റെ അസുഖമുള്ളവർ, ചിന്നമ്മയ്ക്ക് നരമ്പിന് അസുഖമുണ്ട്. ആദ്യത്തെ ദിവസം മുതൽ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അതിന് കർത്താവിന് വേണ്ടിയപ്പോൾ സൗഖ്യം തരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, അതിന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടപ്പോൾ സൗഖ്യം തരും. അതുവരെ എനിക്ക് വേണ്ട. ഇന്ന് രോഗസൗഖ്യം വേണമെന്നുള്ളവർ, ഹാർട്ട് രോഗങ്ങളാകാം, ലങ്സിൻ്റെ രോഗങ്ങളാകാം. ഇന്ന് രാവിലെ ഒരു കർത്താവിദാസൻ എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞൊരു കുഞ്ഞ്, ആദ്യത്തെ കുഞ്ഞ് വീട്ടിൽ ജനിച്ചു. കരളിന് അസുഖമായിട്ട് ആ കുഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. രണ്ടാമത്തെ ഒരു കുഞ്ഞ് ജനിച്ചു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ലിവറിൻ്റെ അസുഖമായി, കരളിൻ്റെ അസുഖമായി. ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചതുകൊണ്ട് 1 വർഷമായി ഇപ്പോൾ കുഞ്ഞിന് പ്രായം. ഡോക്ടർ വിളിച്ചു പറഞ്ഞ് അടുത്ത 2 ആഴ്ചക്കകം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നില്ലെങ്കിൽ കുഞ്ഞ് മരിക്കാൻ പോവുക. ഞാനതിനകത്തൊന്നും ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഈ ചർച്ചിലുള്ള ആളല്ല. എന്നെ വിളിച്ചു പറഞ്ഞ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ കൂടി ഇപ്പോൾ ദൈവസന്നിധി വെക്കാം. ഇതുപോലുള്ള സീരിയസ് ആയ പ്രശ്നങ്ങളുള്ളവർ ഇന്ന് ആരൊക്കെ പ്രാർത്ഥിക്കാൻ ഇവിടെ ഉണ്ട് എഴുന്നേറ്റ് മുന്നോട്ട് വാ. ഇവരൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഇവർ ഈ 3 പേരായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇറങ്ങുന്നില്ല. വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും. വാ, മുന്നോട്ട് വാ. ഓർത്തോർത്തോരുന്ന് പൊഴിഞ്ഞു എഴുന്നേക്കാനല്ല, അതിൻ്റെ ഗൗരവത്തിൽ ദയവായിട്ട് മുന്നോട്ട് വാ. മുന്നോട്ട് ഇറങ്ങുന്നു. സഹോദരന്മാരെ, ദയവായിട്ട് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ചിന്നമ്മയ്ക്ക് വേണ്ടി ഒന്ന് അമുക്കി പ്രാർത്ഥിച്ചേ. പാസ്റ്റർ ജോയിൻ ചെയ്യുന്നു. വാ, ഞാൻ ആരെയും തടഞ്ഞു നിർത്തുകയല്ല. എളുപ്പം അങ്ങ് പ്രാർത്ഥിച്ചു. Your time is not needed. Your hands are precious. സിനിമ പോയിരുന്നു. ഒരു പ്രാർത്ഥിച്ച് കഴിഞ്ഞവർ പോയിരുന്നോണം.
നാമത്തിൽ സൗഖ്യമാകാം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാം. ഇനിയും വരുന്നവരെ അക്സെപ്റ്റ് ചെയ്യരുതേ. വരേണ്ടവർ ആദ്യം വന്നു കഴിഞ്ഞു. ഇനിയും വരുന്നവർ ചുമ്മാ വരിക, അവരെ വിട്ടേക്ക്. ആദ്യം വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പകൽ സൗഖ്യമാകാം.